ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ ബഹുമാനപ്പെട്ട MT തോമസ് പാസ്റ്ററെ കാണാനായിട്ട് വന്നതാണ്. MT തോമസ് പാസ്റ്റർ IPC സഭയിലെ ഒരു സീനിയർ സുവിശേഷകനാണ്. അതോടൊപ്പം ഹൈറേഞ്ചിലെ ആദ്യകാല സുവിശേഷകന്മാരിൽ ഒരാളാണ്. വളരെ ദീർഘവർഷങ്ങളായി, ഏതാണ്ട് 60-ലധികം വർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. നമുക്കിന്ന് ഈ പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം കേൾക്കാം. ഇങ്ങനെ അനുഭവസമ്പന്നരായിട്ടുള്ള ദൈവദാസന്മാരുടെ അനുഭവ സാക്ഷ്യം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ അച്ചായനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അച്ചായൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കുന്നവർക്ക് വലിയ പ്രയോജനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ചായൻ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പേര്, വീട്ടുപേര്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഏത് സഭയായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇതിനെക്കുറിച്ചൊന്ന് പറയാമല്ലോ. എൻ്റെ സ്വദേശം കോട്ടയം അടുത്ത് കങ്ങഴ എന്ന സ്ഥലത്താണ് സ്വദേശം. ഏതാണ്ട് 65 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാദറും മദറും ഒക്കെ അവിടുന്ന് സ്ഥലം വിറ്റ് ഹൈറേഞ്ചിൽ കുടിയേറുവാനിടയായി കുമളി അടുത്ത അണക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം ഉറപ്പിച്ചത്. ഇപ്പോൾ അച്ഛൻ ഏത് സഭയായിട്ട് ബന്ധപ്പെട്ട സുവിശേഷ വേല ചെയ്യുന്നത്? ഞാൻ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിലാണ് അത് രക്ഷിക്കപ്പെട്ടതും അതുപോലെ തന്നെ സ്ഥാനപ്പെട്ടതും തുടർന്ന് ഇന്ന് വരെ നിൽക്കുന്നതും അതിൽ തന്നെയാണ്. അച്ഛൻ ഈ ഏത് ക്രൈസ്തവ വിഭാഗത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്? ഓർത്തഡോക്സ് സഭ വിഭാഗത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഓക്കെ. മാതാപിതാക്കളൊക്കെ ഓർത്തഡോക്സ് വിശ്വാസികളായിരുന്നു? പാരമ്പര്യമായി തന്നെ ഓർത്തഡോക്സ് വിശ്വാസികളായിരുന്നു അവർ. പിന്നെ അച്ഛൻ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്താണ്? എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പെന്തക്കോസ്റ്റ് വിശ്വാസത്തിലേക്ക് വന്നത്? ഏതാണ്ട് 65-70 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവും മാതാവും ഒക്കെ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് വരുവാനിടയായി. ഓർത്തഡോക്സ് സാഹചര്യത്തിൽ ആയിരുന്ന അവർ, അതുമാത്രമല്ല കേരളത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു കുടുംബമാണ് പാടത്ത് മാപ്പള കുടുംബം. ആ കുടുംബത്തിന് അനേക ശാഖകളുണ്ട്. അതിൽ വണ്ടാനത്ത് വേലി എന്ന് അറിയപ്പെടുന്ന ശാഖയിൽപ്പെട്ടതാണ് എൻ്റെ ഫാദറും മദറും ഒക്കെ. അന്നവർ വിശ്വാസത്തിന് വരുവാൻ യാതൊരു സാഹചര്യമില്ലായിരുന്നു. നാട്ടിൻപുറത്ത് തന്നെ പെന്തക്കോസ്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കുറഞ്ഞ ഒരു സമയമായിരുന്നു. ആ കാലത്ത് അത്ഭുതകരമായ നിലയിലാണ് അത് ഈ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് വരുവാനിടയായത്. അതിൻ്റെ കാരണം എൻ്റെ മാതാവ് ഒരു രോഗിയായി തീരുകയും, ആ കാലത്ത് ഹോസ്പിറ്റലൊക്കെ കുറവാണ് എങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി സൗഖ്യമില്ലാതെ ഇരുന്ന ഒരു സമയത്ത് ഒരു ദൈവദാസൻ വന്ന് സുവിശേഷം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതകരമായ സൗഖ്യം ഉണ്ടായ സാഹചര്യത്തിലാണ് അത് വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. കോട്ടയത്തടുത്ത് കാനം എന്ന അടുത്തുള്ള കാനം സഭയിൽ അംഗമായി ചേരുകയും അങ്ങനെ അവിടെ ഏകദേശം ഒരു 5 വർഷം ഞങ്ങളവിടെ താമസിക്കുകയും അങ്ങനെ ആ സഭയോടുള്ള ബന്ധത്തിൽ നിൽക്കുകയും ചെയ്തു. അന്ന് വളരെ ചെറിയ രീതിയിലുള്ളതായ സഭാ ഹാളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു ആനവായം പോലെയുള്ള ഒരു ഷെഡിൽ പള്ളിയൊക്കെ വിട്ട് ആരാധനയ്ക്ക് ചെന്ന ഒരു സമയമാണ്. എൻ്റെ ചെറുപ്രായമായിരുന്നു, ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് അവിടെ ആയിരുന്നത്. തുടർന്ന് ആ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ആ കാലത്ത് പൊതുവെ നമ്മുടെ രാജ്യത്ത് വളരെ പട്ടിണിയുള്ളൊരു സമയമായിരുന്നു.
കുറേ ആളുകൾ മലബാറിന് പോയി, കുറേ ആളുകൾ ആ പ്രദേശത്തു നിന്ന് ഹൈറേഞ്ചിലേക്ക് പോകുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ ഫാദറും മദറും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ വിറ്റ് ഹൈറേഞ്ച് വരുവാൻ തക്കവണ്ണം ഇടയായി. അന്നിവിടെ വന്നപ്പോൾ ആരാധനയ്ക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല. അല്ല, അച്ഛനൊക്കെ ഈ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്ന് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസം സ്വീകരിച്ചപ്പോൾ വലിയ എതിർപ്പും കാര്യങ്ങളൊക്കെ സഭയിൽ നിന്ന് ഉണ്ടായില്ലേ? വലിയ എതിർപ്പുകളുണ്ടായി. സഭയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ കൂടി വന്ന, അല്ലെങ്കിൽ അവിടുത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിപ്പെട്ട ഉണ്ടാക്കിയ പള്ളിയും അച്ഛന്മാരും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എൻ്റെ ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദർ, സഹോദരങ്ങൾ, അങ്ങനെ ഫാമിലി മൊത്തമായി എതിർപ്പുണ്ടാകുകയും അന്ന് വളരെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളുടെ ഭവനത്തിലൊരു പ്രാർത്ഥന നടത്തിയപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദറും വളരെ പ്രായം, ഞാൻ ഏകദേശം 80 വയസ്സിന് പ്രായമുള്ള കാലം ഞാനത് ഓർക്കുന്നുണ്ട്. അവരെ ആളുകളെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് കല്ലെറിയുകയും വന്നവരെ ഉപദ്രവിക്കാൻ നോക്കുകയും അങ്ങനെ അത് അലങ്കോലപ്പെടുത്തുകയൊക്കെ ചെയ്തു. നിങ്ങളുടെ പെന്തക്കോസ്ത് തകർത്ത് കളയും, ഇവിടെ ഇതുമായിട്ട് ഈ പ്രദേശത്തേക്ക് വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഒരു അവസരം കൂടെ ആ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ വളരെ പ്രതികൂലങ്ങളുടെ മധ്യയാണ് വിശ്വാസത്തിൽ പിടിച്ചു നിന്നത്. ദൈവം അവിടെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. അതിനുശേഷമായിട്ടാണ് ഞങ്ങൾ ഹൈറേഞ്ചിലേക്ക് പോകുന്നത്. ഹൈറേഞ്ചിൽ വന്നത് ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ടോ? 1959 ഞങ്ങൾ അവിടുന്ന് ഇവിടെ വരുവാനിടയായത്. അല്ല, ആ സമയത്ത് ഇവിടെ വാഹന സൗകര്യങ്ങളോ വല്ലതും ഉണ്ടോ? ആ സമയത്ത് യാതൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ KK റോഡ് തന്നെ അതിലൂടെ വാഹനം ഓടുന്നതെന്ന് മാത്രമേ ഉണ്ടായിരുന്നു. മിക്കവാറും ഭാഗങ്ങളും മിറ്റിൽ കൊണ്ട് സൗകര്യതായിരിക്കുന്ന റോഡായിരുന്നു. ബസ്സിൽ അവിടുന്ന് പുറപ്പെട്ടാൽ ഏകദേശം ഒരു 12-10 മണിക്കൂർ കൊണ്ടാണ് അവിടുന്ന് ഇവിടെ കുമളി വരെ വരുന്നത്. അല്ല, അന്ന് ഈ 1959 ബസ് സർവീസ് ഉണ്ട് ഈ ഭാഗത്ത്? ഉണ്ട്. അന്ന് കുമളിക്ക് ഉണ്ട്. അതിനുശേഷം ഒരു വണ്ടി ഇവിടെ ഈ രാമക്കൽമേടിലേക്ക് തൂക്കുപാലത്തേക്ക് വരും. കാരണം പട്ടണത്താണുള്ള അവിടെ ഒരു കോളനി കൊടുത്തിട്ട് അങ്ങോട്ട് ബസ് സർവീസ് ഉണ്ടായിരുന്നു, തൂക്കുപാലം. അങ്ങനെ 1-2 വണ്ടികൾ മാത്രമാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. റോഡ് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ആദ്യം വന്നത് ഇവിടെ കട്ടപ്പനയാണോ വന്നേ? ആദ്യം വന്നത് ഇവിടെ ഈ അണക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ അവിടെ പെന്തക്കോസ്ത് കൂട്ടായ്മയോ വേർപെട്ട ആരാധിക്കുന്നവരോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഹൈറേഞ്ച് മേഖലയിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകളെല്ലാം മദ്യപിക്കുന്നവരും, മിക്കവാറും പേര് വീടി വലിക്കുന്നവരും മുറുക്കുന്നവരും, അങ്ങനെ പല നിലയിലുള്ള ദുഷ്പരിചയമുള്ള ആളുകളാണ്. ഇന്നത്തെ പോലെ ഒരു പരിഷ്കാരമോ സംസ്കാരമോ പൊതുവിൽ അന്നുണ്ടായിരുന്നില്ല. ഹൈറേഞ്ച് മേഖലയ്ക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലത്താണ് അവിടെ വന്നത്. ഇന്ന് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഈ അണക്കരയാണെങ്കിലും അവിടെയാണെങ്കിലും ഞങ്ങൾ അവിടെ വന്നെങ്കിലും 5-6 ഏക്കർ സ്ഥലം മേടിച്ചെങ്കിലും പുൽമേടുകളായിരുന്നു. ചിറ്റിന്തും ഇതുപോലുള്ള പുൽമേടുകൾ. പെരയിരിക്കുന്ന ആ ഭാഗം മാത്രമേ ഒരു 1-1.5 ഏക്കർ സ്ഥലം തെളിച്ചിട്ടുണ്ടായിരുന്നു. അത് അപൂർവം പേർക്ക് മാത്രമേ അത്ര വെച്ച് തെളിച്ചിട്ട് സ്ഥലങ്ങളുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ കാട് കയറി കിടക്കുന്ന ആ സ്ഥലമായിരുന്നു. ആളുകൾ എൻക്രോച്ച് ചെയ്ത് എടുക്കുമായിരുന്നു സ്ഥലങ്ങളല്ലേ? അല്ലല്ല, അതിനൊക്കെ ഒരു 10-15 വർഷം മുമ്പ് എൻക്രോച്ച് ചെയ്ത ആളുകളോട് വാങ്ങിക്കുകയായിരുന്നു. അങ്ങനെ വാങ്ങിച്ചാണ് അവിടെ താമസമായത്. അപ്പോൾ പിന്നീട് ഈ അണക്കര വന്നതിന് ശേഷം അച്ചായൻ ഈ ഒരു പാസ്റ്റർ ആകണം, അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രവർത്തകനാകണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകാൻ ഉള്ള ഒരു കാരണം എന്താ? ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരുടെ കൂടെ ആയിരുന്ന കാലത്ത് ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ ഒരു മാസയോഗത്തിൽ രക്ഷിക്കപ്പെടാനിടയായി. അതിപ്പോൾ എനിക്കൊരു 8 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നേക്ക് 70 വർഷം മുമ്പാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് ഇവിടെ വന്നു. എന്നാൽ എൻ്റെ ഫാദറും മദറും ഇവിടെ വന്നപ്പോൾ 2-3 വർഷത്തിന് ഞാനിവിടെ ആ കൂടെ വന്നിരുന്നില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഞാനവിടെ നാട്ടിൽ താമസിക്കായിരുന്നു വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി. എന്നാലും അത് 10ാം ക്ലാസ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല.
എനിക്ക് പോരണമെന്നുള്ള നിർബന്ധം മുഖാന്തരമായിട്ട് മാതാപിതാക്കന്മാർ ചേർന്ന് താമസിക്കണം എന്നുള്ള നിർബന്ധം എഴുതുവാൻ ഞാനത് കംപ്ലീറ്റ് ചെയ്യാതെ പോരുകയാണ് ചെയ്തത്. അങ്ങനെ ഇവിടെ വന്ന് ഫാദറിൻ്റെ കൂടെയും മദറിൻ്റെ കൂടെയൊക്കെ താമസിച്ചു. ഈ പുല്ലുമേടുകൾ ഇങ്ങനെ കിടന്ന ഈ സ്ഥലം കൃഷിസ്ഥലമാക്കുന്നതിന് വേണ്ടി ഫാദറിൻ്റെ കൂടെയൊക്കെ അധ്വാനിക്കുകയും അത് കൃഷിസ്ഥലമാക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആരാധനയ്ക്ക് സൗകര്യമില്ല എന്നതുകൊണ്ട് ആത്മീയ താല്പര്യമുണ്ട് ചിലരെല്ലാം കൂടെ കൂടി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ആരാധന എല്ലാ ഞായറാഴ്ചയും ആരംഭിപ്പാൻ തക്കവണ്ണോടെയായി. ഒരു സുവിശേഷകന് 2 മാസമോ 3 മാസമോ ബൈബിൾ സ്കൂൾ പഠിച്ചിട്ടുള്ള ഒരാൾ അവിടെ താല്പര്യമോട് വന്നു. അദ്ദേഹത്തിൻ്റെ ലീഡിലാണ് ആ മീറ്റിംഗ് നടന്നത്. അങ്ങനെ കുറേ വർഷങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ആ സഭ അല്പം കൂടെ നീങ്ങിക്കുന്ന ആളുകൾ വരാൻ തുടങ്ങി. ഒരു ഉപവാസ പ്രാർത്ഥന വെക്കുവാൻ തക്കവണ്ണം ഇടയായി. അത് 1964 ആ 64 കാലത്ത് ഉപവാസപ്രാർത്ഥന വെക്കുമ്പോൾ അന്ന് ആ പ്രാർത്ഥനയിൽ ദൈവം എന്നെ അഭിഷേകം ചെയ്തു. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ദൈവാത്മാവിൽ നിറഞ്ഞപ്പോൾ പ്രത്യേകം കൃപാപര ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുള്ള ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും അന്യഭാഷയൊക്കെ കേൾക്കാനും കാണാനുമൊക്കെ ആളുകൾ വീട്ടിൽ വരികയും അവരോട് ദൈവാത്മാവിനാൽ ദൂത് പറയുകയും അവരൊക്കെ അതുപോലെ തന്നെ ചില രോഗം പ്രയാസങ്ങളായിട്ട് വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്നെ ദൈവം അഭിഷേകം ചെയ്തതുകൊണ്ട് എൻ്റെ ആ ശുശ്രൂഷ അവർക്ക് മേൽ ദൈവം പ്രവർത്തിച്ചു. അനേകർ സൗഖ്യം പ്രാപിക്കാനിടയായി, അനേകർ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി. ഏകദേശം 40 പേരോളം ആ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കൊണ്ട് വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് വന്നു. അപ്പോൾ ദൈവം എന്നെ വിളിച്ചു. അത് കർത്താവിൻ്റെ വേല ചെയ്യാൻ എന്നെ ദർശനവും കാഴ്ചപ്പാടും അതുപോലെ കൃപയും എനിക്ക് നൽകി. എന്നാൽ ഞാൻ അതിൽ നിന്ന് അല്പം പിന്തിരിഞ്ഞ് ഈ കൃഷി കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഏർപ്പെട്ട് സുവിശേഷവേലയ്ക്ക് പോകാൻ താല്പര്യമില്ലാതെ ഒരു കാലഘട്ടം ഒരു 3-4 വർഷം അങ്ങനെ നീങ്ങുകയുണ്ടായി. അങ്ങനെ ആ കാലത്ത് എനിക്ക് കഠിനമായ ഒരു രോഗം പിടിപെട്ടു. രോഗം വന്നാൽ ചികിത്സ ചെയ്യുന്ന ഒരു രീതി എൻ്റെ മാതാപിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നില്ല. ഏത് രോഗം വന്നാലും 2 ദിവസം 3 ദിവസം എല്ലാം മദർ പ്രാർത്ഥിക്കും, ഉപസിച്ച് പ്രാർത്ഥിക്കും, അപ്പോൾ സൗഖ്യമുണ്ടാവും. എൻ്റെ വിഷയത്തിന് വേണ്ടി ഇങ്ങനെ ഉപസിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും സൗഖ്യമുണ്ടായില്ല. പ്രയാസമായി. ഒടുവിൽ എൻ്റെ ജോലിയോ കാര്യങ്ങളോ ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള അവസ്ഥയിലെത്തി. ഒടുവിൽ ദൈവസന്നിധി സമർപ്പിക്കാൻ ഇടയായി. കൃത്യമായി മനസ്സിലായി കർത്താവിൻ്റെ വേലയ്ക്കാണ് ആക്കിയിരിക്കുന്നത്, ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ പ്ലാൻ നടക്കാത്തതെന്ന് ബോധ്യമാകുകയും മാതാപിതാക്കന്മാരങ്ങനെ ഉപദേശിക്കുകയും അങ്ങനെ ഞാൻ കുമ്പനാട് എബ്രോൺ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുകയും അവിടുന്ന് 1971 അവിടുന്ന് പഠനശേഷം വീണ്ടും വരികയും ചെയ്തു. അന്ന് ഞങ്ങളുടെ വീട്ടിലെ സഭ നടത്തിക്കൊണ്ടിരുന്ന എന്നോട് തന്നെ ഒരു ക്ലാസ്മേറ്റായിരുന്ന ഒരു ദൈവദാസന സഭാചാരൻ എടുത്തു. അങ്ങനെ ആ വീട്ടിൽ നിന്ന് മാറി അവിടെ വേറൊരു സ്ഥലം വാങ്ങിക്കുകയും അവിടെ ഹാള് പണിയും അവിടെ ആരാധന ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ എനിക്ക് പ്രവർത്തനം ഏറിയ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരു 5 മൈൽ മാറി 8 മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രവർത്തനം ആരംഭിക്കാനും ഇടയായി. അങ്ങനെയാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. അന്ന് ആത്മീയ താല്പര്യമുണ്ട്. 1-2 വീട്ടുകാരെ കൂട്ടി ആദ്യം ഒരാളുടെ പെരയുടെ ചായ്പിൽ ഒരു ചെറിയ ഇടത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10 അടി 15 അടി 12 അടി നീളമുള്ള ഒരു പെരയുടെ ചായ്പിൽ ഒരു 5-8 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്ഥലത്താണ് ആരാധന തുടങ്ങിയത്. പിന്നെ അത് ഒരു 10 അടി ചതുരസ്ഥലമുള്ള ഒരു മുറിയിലേക്ക്, ഒരു വാടമുറിയിലേക്ക് മാറി. അങ്ങനെയാണ് എൻ്റെ ശുശ്രൂഷയുടെ ആരംഭം. ഓക്കെ. അപ്പം 1971 ബൈബിൾ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയായി. 71 ഞാൻ ശുശ്രൂഷ ആരംഭിച്ചു. അപ്പോൾ ആ 1971 ആരംഭിക്കുന്ന സമയത്ത്
ഈ ഭാഗത്ത്, അതായത് ഈ ഇടുക്കി ജില്ലയിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഈ പെന്തക്കോസ്തിന്റെ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു? ആ കാലത്ത് പെന്തക്കോസ്തിൻ്റെ കൂട്ടായ്മ ഈ പ്രദേശത്ത് ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. ഞാൻ അടുക്ക ചങ്ങാനത്തുനിന്ന് ഇവിടെ ഇങ്ങനെ പെന്തക്കോസ്തിൻ്റെ പ്രവർത്തനം ഈ ഭാഗത്തുണ്ടായിട്ട് അറിയത്തില്ല. ഇങ്ങനെ ഇവിടെ ഈ വാഴവര എന്ന് പറയുന്നിടത്ത് പാസ്റ്റർ KP തങ്കച്ചൻ്റെ ഭവനത്തിൽ ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ട്, കൂട്ടമുണ്ടെന്നൊരു അറിവ് മാത്രമേ അന്നുണ്ടായിരുന്നു. പിന്നീട് പാസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലായിരുന്നു? ഇപ്പോൾ ഈ കട്ടപ്പന കേന്ദ്രീകരിച്ചും ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ചും ഏതൊക്കെ സ്ഥലങ്ങളിൽ സുവിശേഷ പ്രവർത്തനമായിട്ട് പോയിട്ടുണ്ട്? അത് എന്തൊക്കെ കാര്യങ്ങളാണ് പാസ്റ്ററുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പാസ്റ്ററുടെ ടീമിന്റെ നേതൃത്വത്തിലൊക്കെ ചെയ്തത്? ഞാൻ 71 സഭാപ്രവർത്തനം ആരംഭിക്കുകയും സുവിശേഷീകരണം നടത്തുകയും ചെയ്തത് കുമളി 8 മൈൽ അണക്കര എന്ന് പറയുന്നത് 7 മൈൽ ഭാഗത്താണ്. അന്ന് ഈ വാടകയ്ക്ക് ആരംഭിച്ചു. അത് അവിടെ ദൈവം അനുഗ്രഹിച്ചു. ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ 4 വർഷം അവിടെ പ്രവർത്തിക്കുകയുണ്ടായി. ആ 4 വർഷം കൊണ്ട് ഏകദേശം ഒരു 80 പേരെ സ്ഥാനപ്പെടുത്തുവാൻ ഇടയാകുകയും അങ്ങനെ ആ സഭ വളരുവാൻ തക്കണം ഇടയായി. അതിനു മുമ്പ് ഹൈറേഞ്ചിലെ പീരുമേട് സെൻറ്റർ എന്നും പറഞ്ഞൊരു സെൻറ്റർ രൂപപ്പെട്ടിരുന്നു. ഉപ്പതറി ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തോട്ട മേഖലയിൽ 1-2 ചർച്ച ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി പീരുമേടെന്ന് പേര് കൊടുത്ത് ഈ അണക്കര സഭയും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു സെൻട്രൽപരമായ ഒരു പ്രവർത്തനം നിലവിലുണ്ടായിരുന്നു. ആ പ്രവർത്തനത്തിൽ ഉള്ള സഹകരിച്ചാണ് നിന്നത്. അപ്പോൾ എനിക്ക് ആ നിലയിലൊരു സ്ഥലമാറ്റം ഉണ്ടായി. അങ്ങനെ ചീന്തലാറിലേക്ക് ഞാൻ സ്ഥലം മാറി. 1975 കാലയളവിൽ ചീന്തലാറിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. ചീന്തലാറിൽ താമസിച്ചുകൊണ്ട് അവിടെ തോട്ടമേഖലയിലുള്ള തൊഴിലാളികളാണ് വിശ്വാസികൾ. അവിടെ കുറേ പേരുണ്ടായിരുന്നു. അവിടെയും ദൈവം അല്പം പ്രവർത്തിച്ചു. 65 പേരെ സ്ഥാനപ്പെടുത്തുവാനിടയായി. അവിടെ നിന്നുകൊണ്ട് ഞാൻ ഏലപ്പാറ, വാഗമണ്, കോട്ടമല, ഇങ്ങനെ ഉപ്പുതറ തുടങ്ങിയതായ ഏരിയയിൽ പ്രവർത്തനം നടന്നു. ഇവിടുന്ന് കാണുന്ന ചപ്പാത്ത് ഇവിടെ എല്ലാം പോയി പ്രവർത്തിക്കുക. നമ്മുടെ സഹോദരങ്ങളെ കൂട്ടി പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തു. അന്നൊന്നും വഴിയൊന്നും ഇതുപോലെ ഇല്ല, സൗകര്യങ്ങളില്ല. അന്ന് പരിശോധന നടത്തുമ്പോൾ ഒരാൾ ഏറ്റു പറയുക, ആ നിലയിലൊക്കെയാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. ഏതായാലും അന്ന് പോയി പ്രവർത്തിച്ച സ്ഥലങ്ങളിലെല്ലാം ദൈവ ആത്മാക്കളെ എഴുന്നേൽപ്പിച്ചു. അനേകർ വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കണിടയായി. വാഗമണ്ണിൽ അന്ന് ഒരു ചെറിയ മീറ്റിംഗ് നടത്തി. അന്ന് രക്ഷിക്കപ്പെട്ടതാണ് പാസ്റ്റർ തോമസ് മാമൻ, ലോകപ്രസിദ്ധനായ തോമസ് മാമൻ. അതുപോലെ തന്നെ വാഗമണ്ണിൽ തന്നെ അതുപോലെ പ്രസിദ്ധരായ പല ദൈവദാസന്മാരുണ്ട്. അവരൊക്കെ രക്ഷിക്കപ്പെടുവാൻ ഇടയായത് അതിൻ്റെ വേലയാൽ വന്നതാണ്. കോട്ടമല ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു, അത് സിദ്ധപ്പെടുവാൻ ഇടയായി. അങ്ങനെ ഞാൻ അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ ഇരുന്ന കാലത്ത് ഈ കട്ടപ്പനയ്ക്ക് വരാൻ വേണ്ടി ഈ സെൻട്രൽപരമായി എന്നെ പാസ്റ്റർ K. മാത്യു എന്നെ നിർബന്ധിച്ചു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്താലാണ് ഞാൻ കട്ടപ്പന ഒരു ടൗണായി വരുന്ന സ്ഥലമാണ്, ഞാൻ വന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം നിർബന്ധം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കട്ടപ്പന വരുന്നത്. ആദ്യകാല പ്രവർത്തനങ്ങളൊക്കെ അന്ന് വണ്ടി സൗകര്യം കുറവാണല്ലോ, പല സ്ഥലങ്ങളിലേക്കും വണ്ടി സൗകര്യങ്ങളൊക്കെ ഇല്ല. അപ്പം എങ്ങനെയായിരുന്നു അന്നൊക്കെ യാത്ര ചെയ്ത് സുവിശേഷ വേല ചെയ്യാനായിട്ട് ഉള്ള യാത്രകൾ എങ്ങനെയായിരുന്നു? അതിൻ്റെ കഷ്ടപ്പാടുകളും ഒക്കെ, അതുപോലെ പരസ്യമൊക്കെ നടത്തുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുള്ള എതിർപ്പുകൾ, പൊതുവേ ഈ ഹൈറേഞ്ച് മേഖലയിൽ കൂടുതലും ഈ കത്തോലിക്ക യാക്കോബായ വിശ്വാസികളാണ്. അവരുടെ ഇടയിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഇല്ലേ? അപ്പം ഈ യാത്രകൾ, അന്നത്തെ യാത്രകളും ഒക്കെ എങ്ങനെയായിരുന്നു? അന്ന് പട്ടിണിയും വേണ്ട രീതിയിലുള്ള സാമ്പത്തികവും ഇല്ല, ഭക്ഷണ ക്രമീകരണങ്ങളില്ല. അപ്പോൾ ഏത് രീതിയിലാണ് അന്നത്തെ ഒരു പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയത്? ഞാൻ ആദ്യകാലം മുതലുള്ള പ്രവർത്തനത്തിൽ സഭകളിൽ നിന്നുള്ള വരുമാനം അങ്ങനെ കാര്യമായിട്ട് കാലത്ത് ലഭിച്ചിരുന്നില്ല. വരുന്നവർ വരും, അല്പമായിട്ട് വരും, ചെറിയ നിലയിലുള്ള ഒരു സ്തോത്രകാഴ്ച പോലെ ഇടും. ആ നിലയിൽ ഉള്ള നന്മ ഉണ്ടായിട്ടുള്ളൂ.
അപ്പോൾ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന എൻ്റെ മാതാപിതാക്കന്മാർക്കൂടെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ അവരുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ അധ്വാനിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്ത് നെൽപ്പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെൽകൃഷി ഉള്ളതുകൊണ്ട് മിക്കവാറും അത് ആ നിലയിൽ ഒരു വർഷത്തേക്കുള്ള അരി ലഭിക്കും. പിന്നെ മറ്റു നിലയിലൊക്കെ ആയിട്ടിങ്ങനെ ജീവിതം ആ കാലത്ത് വളരെ ഞെരുക്കത്തിലാണ് പോയത്. യാത്ര എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ റോഡില്ല, വഴിയില്ല. അതുപോലെ തന്നെ ഇന്നത്തെ പോലെയുള്ള സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമാണ് ഹൈറേഞ്ച് മേഖല മൊത്തത്തിൽ. അതുപോലെ തന്നെ വിശ്വാസിൽ വന്നവർക്ക് തന്നെ സാമ്പത്തികമായിട്ട് സൗകര്യമുള്ളവരല്ല. നമുക്കും അതുപോലെ സൗകര്യമില്ല. പിന്നെ മിക്കവാറും ആ കാലത്ത് നടപ്പാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം തന്നെ ഒരു 40 കിലോമീറ്റർ 20 കിലോമീറ്റർ അങ്ങോട്ടും 20 കിലോമീറ്റർ ഇങ്ങോട്ടും നടന്ന അനേക ദിവസങ്ങളുണ്ട്, അനേക സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ നടന്നാണ് ഈ സ്ഥലങ്ങളൊക്കെ പോയി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം. അതായത് ഒരു ദിവസം 40 കിലോമീറ്റർ വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ അവിടെ അണക്കര ആയിരിക്കുന്ന അച്ചങ്ങാനത്തായിരിക്കുമ്പോഴും അങ്ങനെ നടന്നാണ് പ്രവർത്തിച്ചത്. ആ കാലത്ത് ഞാൻ ആ ഏരിയയിലൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെറുപുഴ ആയിരിക്കുമ്പോൾ തന്നെ പലയിടത്ത് കുമ്മടി, 8 മൈൽ, കൊച്ചറ, കമ്പംമട്ട് ഇങ്ങനെ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവാത്മാക്കളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അന്ന് അനേകരൊക്കെ ആ പ്രദേശം സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ സഭകൾ രൂപാന്തരമായിട്ട് സെൻറ്ററിൻ്റേതായ നിലയിലൊക്കെ പിൽക്കാലങ്ങളിൽ അവിടെ മറ്റു ദൈവദാസന്മാർ വന്ന് പ്രവർത്തിച്ചു. ഞാനിവിടെ ഈ ചീന്തലാർ കഴിഞ്ഞ് കട്ടപ്പനയ്ക്ക് വന്ന് കട്ടപ്പന താമസമാക്കി. അങ്ങനെ ഞാനിവിടെ പ്രവർത്തിക്കുന്നു. കട്ടപ്പന ഞാനിവിടെ വരുമ്പോൾ താമസിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ചെറിയ ഷെഡ് 25 അടി 30 അടി നീളമുള്ള ഒരു ഷെഡുണ്ടായിരുന്നു. അവിടെ ആളുകൾ കൂടാൻ വളരെ കുറവായിരുന്നു. 8-10 പേരാണ് കൂടുന്നത്. അപ്പോൾ അവിടെ ഒരു താമസത്തിന് ചെറിയ വാടക വീട് എടുത്തെങ്കിലും പെട്ടെന്ന് അത് ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നു. ഈ പുല്ല് ഷെഡിനകത്ത് ഞാനും കുടുംബവും, അന്ന് എനിക്ക് 3 മക്കളുണ്ട്, എൻ്റെ ഭാര്യയും 3 മക്കളും ഇവിടെ അതിനൊരു മറ കെട്ടി ഒരു വശത്ത് താമസിച്ചു, ഒരു വശത്ത് സവായവും നടത്തി. അങ്ങനെ ഒരു കുറേ കാലങ്ങൾ മുമ്പോട്ട് പോയി. കട്ടപ്പനയുടെ ആരംഭ പ്രവർത്തനം അങ്ങനെയായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ ഇവിടെ അണക്കരിൽ നിന്ന് ഒരു ചെറിയ സ്ഥലം വിറ്റിട്ട് ഇവിടെ വന്നിട്ട് 5 സെൻറ്റ് സ്ഥലം മേടിച്ച് ഒരു വീട് ഞാൻ തന്നെ വെച്ച് അതിനെ താമസം ഉറപ്പിച്ചുകൊണ്ടാണ് ഇവിടെ താമസിച്ചുകൊണ്ടാണ് പിന്നെ തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ ആരംഭകാലത്ത് ഒരുപാട് കഷ്ടത്തെ അനുഭവിച്ചു. വളരെ കഷ്ടങ്ങൾ സഹിക്കുവാൻ തക്കവണ്ണം അനുഭവിക്കേണ്ടത്. പട്ടിണി കിടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പട്ടിണി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി നിവൃത്തിയില്ലാതിരുന്ന സമയങ്ങളുണ്ട്. അങ്ങനെ വളരെ ഞെരുക്കത്തിലൂടെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്. അന്ന് ഇവിടെ ഈ കട്ടപ്പന വന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഈ കട്ടപ്പന ടൗണിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്തായിരുന്നു? അന്ന് വലിയ ടൗണൊന്നും ആയിരുന്നില്ല. അന്ന് ഇന്നത്തെ കട്ടപ്പനയെ മന്നത്തിൽ നോക്കുകയാണെങ്കിൽ എത്രയോ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഞാൻ എപ്പോഴും ഈ കട്ടപ്പനയ്ക്ക് പോകുമ്പോൾ ഞാൻ വന്ന കാലത്തെ കട്ടപ്പന എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കും. ഈ ഇടുക്കി കവലയൊക്കെ പോകുമ്പോൾ അവിടെ ഒരു വശം മുഴുവനും ഒരു വല്ലാത്ത നിലയിലുള്ള സ്ഥലങ്ങളാണ്. കുറച്ച് കള്ളുകൂടിയന്മാരും ചില മാടക്കടിയൊക്കെ അതിലൊക്കെ വെച്ച് എപ്പോഴും ബഹളവും എപ്പോഴും പ്രശ്നങ്ങളും. അതുപോലെ തന്നെ നല്ല റോഡില്ല, വഴിയില്ല. ഈ അടുത്ത വശത്ത് കാണുന്ന കെട്ടിടങ്ങളൊന്നും അങ്ങോട്ട് പോകുമ്പോൾ നിലപ്പാറയ്ക്ക് പോകുന്ന അടുത്ത വശത്ത് കാണുന്ന കെട്ടിടങ്ങളൊന്നും ഇല്ല. കാരണം അവിടെ എല്ലാം ഇടുമാങ്കുഴി പോലെ കിടക്കുന്ന സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ കട്ടപ്പനയും അധികം കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ നിലയിലുള്ളതായ ഒരു അവസ്ഥയായിരുന്നു കട്ടപ്പനയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്ന് ഉള്ള പുരോഗമനം കട്ടപ്പനയ്ക്ക് ഓരോ നാൾ കഴിയും തോറും പുരോഗമിച്ചുകൊണ്ടിരുന്ന ഒരു പട്ടണമാണ് ഈ കട്ടപ്പന. ആരംഭകാലത്ത് അച്ചായൻ്റെ കൂടെ പ്രവർത്തിച്ച സുവിശേഷകന്മാരെ അല്ലെങ്കിൽ സഹപ്രവർത്തകർ ഈ ഭാഗത്തൊക്കെയുള്ള സുവിശേഷകന്മാരൊക്കെ ആരൊക്കെയായിരുന്നു? ആരംഭകാലത്ത് ഞാൻ പറഞ്ഞല്ലോ IPCയോടുള്ള ബന്ധത്തിൽ സുവിശേഷകരായി ആരംഭകാലത്ത് ഉണ്ടായിരുന്നത് ആദ്യം സമയത്തെന്ന് പറയുമ്പോൾ ഒരു സുവിശേഷകൻ ഇവിടെ
ഈ കുരുത്തോട് ഭാഗത്തുനിന്ന് ഒരു സുവിശേഷൻ വരുമായിരുന്നു. അതുപോലെ തന്നെ ഉപ്പുതറ ഉണ്ടായിരുന്ന പാസ്റ്റർ KV വർക്കി, ഇപ്പോൾ അദ്ദേഹം ഉപ്പുതറ സെൻട്രൽ പാസ്റ്ററാണ്. അദ്ദേഹം എൻ്റെ വീട്ടിലെ സഭയെന്ന് പറഞ്ഞല്ലോ, ആ വീട്ടിലെ സഭ വേറെ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചപ്പോൾ അദ്ദേഹം അവിടുത്തെ ചാർജ് എടുത്തു. അദ്ദേഹവുമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ സംഘടിതമായിട്ട് ആദ്യം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിൽക്കാലങ്ങളിൽ ഓരോരുത്തർ വന്നുകൂടി അവരുമായിട്ട് പ്രവർത്തിക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പം ആദ്യകാല സുവിശേഷകന്മാർ അവരൊക്കെയായിരുന്നു. അതെ. ആദ്യകാല വിശ്വാസികളെ കുറിച്ചൊന്ന് പറയാം. ആദ്യകാല വിശ്വാസികളെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അണക്കരയായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഭവനത്തിൽ തന്നെ ചില കുടുംബങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് വരികയുണ്ടായിരുന്നു. അവരായിരുന്നു ആദ്യകാലത്ത് വിശ്വാസികൾ. അതിനുശേഷം എൻ്റെ വേലയാൽ തന്നെ ഈ 8-ാം മൈലിലെ സഭ രൂപപ്പെട്ടു. അവിടെ കുറേ വിശ്വാസികളുണ്ടായി. പിന്നെ ഞാൻ ചിന്തലാൽ വന്നപ്പോൾ അവിടെ കുറേ വിശ്വാസികളൊന്നും അവിടുത്തെ പ്രവർത്തന മുഖാന്തരം ഉണ്ടായി. കട്ടപ്പന വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യ വിശ്വാസി എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നത് മേച്ചേരിലെ ഒരു ഭവനം ഉണ്ടായിരുന്നു. മേച്ചേരിലെ ഭവനം വിശ്വാസത്തിൽ നിന്ന് ഞങ്ങളുടെ ആദ്യകാലം മുതൽ ഇവിടെ നിൽക്കുന്ന ഒരു ഭവനമാണ്. അതുപോലെ ഈ വെള്ളയാംകുടിയിലെ ഒരു ഭാഗ്യമായിട്ട് ഒരു കുടുംബത്തിലെ ചില വ്യക്തികൾ വരുമായിരുന്നു. അതുപോലെ ഒന്ന് രണ്ട് പേര് 20 ഏക്കർ ഭാഗത്തുനിന്ന് 1-2 സഹോദരങ്ങൾ വരുമായിരുന്നു. ഈ ആദ്യകാലത്തെ ഈ പ്രാർത്ഥനാ രീതികൾ, ഉപവാസ പ്രാർത്ഥനകൾ, ആരാധനാ രീതികൾ, ഇന്നൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണല്ലോ സഭകളൊക്കെ പലതും മുമ്പോട്ട് പോകുന്നത്. അപ്പം ഇന്നിപ്പം ന്യൂ ജനറേഷൻ ചർച്ചുകളൊക്കെ കൂടുതൽ വന്നു. തീവ്രമായ പെന്തക്കോസ്റ്റൽ ചിന്താഗതി ഇന്ന് പതുക്കെ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു സഭകൾ. ആദ്യകാലത്തുള്ള ആ വിശ്വാസവും പ്രത്യാശയും ആരാധന രീതികളെക്കുറിച്ച് ഒന്ന് പറയാമോ? അന്ന് ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് പാമ്പ് കടിച്ച ആളുകൾ പോലും മരുന്ന് മേടിക്കാതെ പ്രാർത്ഥനയിലൂടെ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി ഉള്ള പ്രാർത്ഥനയും ഉപവാസവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഈ വൈകുന്നേരം വീട്ടു പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, മാസയോഗങ്ങൾക്ക് പങ്കെടുക്കുന്നു. ഇന്നത്തെ പോലെ വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം. ആ കാലത്തെ ഒരു ആത്മീയ തീഷ്ണതയെക്കുറിച്ചും ഒരു വിശ്വാസികളെ നേടാനുള്ള ഒരു വ്യഗ്രതകളെക്കുറിച്ച് ഒന്ന് പറയാം. എന്തായിരുന്നു അന്നൊക്കെ പാസ്റ്ററുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ചിന്താഗതികൾ എന്തായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മാതാവും പിതാവും വിശ്വാസത്തിൽ വന്ന കാലത്ത് നാട്ടിലായിരിക്കുമ്പോൾ അഥവാ കാനത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ ആ സഭയെ സംബന്ധിച്ച് എനിക്ക് നല്ലപോലെ അറിയാം. വളരെ ലളിതമായ നിലയിൽ പറയുകയാണെങ്കിൽ ഒരു കന്നാലി കെട്ടുന്നതിനാണെങ്കിലും അത് വാർത്തും ഒക്കെ ഭംഗിയായിട്ടിടുന്നു. അന്ന് മണ്ണുകൊണ്ട് മെടിയതായിരിക്കുന്ന തറയിൽ ഓല കൊണ്ട് മറച്ചതായിരിക്കുന്ന മറയ്ക്കിടയ്ക്ക് ആനുവായും ഷെഡിനകത്ത് അന്ന് ഇരുന്ന ആരാധിച്ച ആളുകൾ 10 മണിക്ക് മുമ്പേ 9:30 ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു 3 മണി വരെ 2:30 കഴിഞ്ഞാലും ആളുകൾ പോവുകയില്ല. അതുപോലെ ആളുകൾ ആത്മാവിൽ ആരാധിക്കും. അതുപോലെ തന്നെ രോഗശാന്തി എന്ന് പറയുന്നതായ കാര്യം ഇപ്പോഴേ ഒരു നിലയിൽ പറഞ്ഞാൽ അന്ന് ചികിത്സിക്കുന്നത് ഒരു കുറ്റമാണെന്ന് പോലെ ചിന്തയായിരുന്നു മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് രോഗം വന്നാലും ആശുപത്രി പോകുന്ന ഒരു കാര്യമേ ആളുകൾ ചെയ്യാറില്ല. CPMൻ്റെ ഉപദേശം രോഗം ചികിത്സിക്കാൻ പാടില്ലെന്നുണ്ടല്ലോ എന്ന പോലുള്ളൊരു ആശയമായിരുന്നു IPCക്കും പൊതുവെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് ചോദിച്ചാൽ അന്ന് ഈ വിശ്വാസത്തിൽ വന്നവരൊക്കെ ഇതുപോലെ അനുഭവമുള്ളവരാണ്. ഏതെങ്കിലും പ്രശ്നത്തിൽ ഒരു നിലയിലും മുമ്പോട്ട് പോകാൻ മേലാതെ കിടക്കുന്ന ആളുകൾ മിക്കവാറും ഒരു 60% ആളുകൾ രോഗശാന്തിയുടെ അനുഭവത്തിലോ അല്ലെങ്കിൽ പൈശാചിക പോരാട്ടങ്ങളിൽ കിടക്കുന്നവരോ സാമ്പത്തികമായിട്ട് ആരും കൈത്താങ്ങലില്ലാതെ അവഗണിക്കപ്പെടുന്ന ആളുകളാണ് വിശ്വാസത്തിൽ ആ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. വളരെ ചുരുക്കം പേര് മാത്രമേ വേറൊരു നിലയിൽ പറഞ്ഞ ആളുകൾ വിശ്വാസത്തിൽ വന്നവർ, അവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ കണ്ടുപോലെ ആ അനുഭവത്തിലാകുമ്പോൾ അവർക്ക് കൂടുതൽ ദൈവസ്നേഹവും അവർക്ക് ദൈവസന്നിധി വരുമ്പോൾ ഒരു സമർപ്പണവും ദൈവത്തിൽ കിടന്നൊരു വിടുതലും സൗഖ്യവും പ്രാപിക്കണമെന്നും
ദൈവാത്മാവിനാലാണ് നടത്തപ്പെടുന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് വളരെ ദാഹത്തോടും വാഞ്ചയോടും കൂടെയാണ് ആരാധനയ്ക്ക് വരുന്നത്. അവർ ഇരിക്കുന്ന അന്നേരം മുതൽ ഒരു നിലയിൽ പറഞ്ഞാൽ പണ്ടൊരാൾ പറയുമായിരുന്നു സ്പ്രിങ്ങലായിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു ചലനത്തോട് ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ചിട്ട് ഒരു ചലനത്തോടു കൂടിയാണ് ആളുകൾ ഇരിക്കുന്നത്. ഇപ്പോഴും ഒരു ആത്മീയ അന്തരീക്ഷത്തിലാണ്. മിക്കവാറും ഒരു യോഗം കഴിഞ്ഞ് വരുമ്പോൾ ജനങ്ങളെല്ലാം ആശ്വാസം പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് അത് അനുഗ്രഹം പ്രാപിച്ചു പോകുന്ന ഒരു അനുഭവമായിരുന്നു ആളുകൾക്കുണ്ടായിരുന്നത്. അപ്പോൾ സുവിശേഷീകരണത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത മറ്റുള്ളവരോട് അറിയിക്കണം. കർത്താവ് രക്ഷിച്ച കാര്യം, വിളിച്ച കാര്യം, സൗഖ്യമാക്കിയ കാര്യം, പാപങ്ങൾ മോചിച്ച കാര്യം, യേശുക്രിസ്തുവിൽ കൂടെ ഇതെല്ലാം ഉണ്ട്. അന്ന് സമുദായങ്ങളിലൊക്കെ ഇന്നത്തെ പോലെ സുവിശേഷമൊന്നുമില്ല. സമുദായങ്ങളിൽ ചെല്ലുമ്പോൾ പള്ളിയിൽ ചെന്ന അച്ഛന്മാരുടെ കുർബാന കാണുമ്പോൾ അന്ന് മലയാളത്തിലൊന്നും കുർബാനയൊന്നുമല്ല, ഈ സുറിയാനിയിൽ ഇങ്ങനെ ചൊല്ലുത്തുണ്ട്. ഇവരിങ്ങനെ കണ്ടേച്ച് പോവുകയേ ഉള്ളൂ. ഇപ്പോൾ ആക്ട് കാണിക്കുമ്പം ഇങ്ങനെ കുരിശൊക്കെ വരച്ചിട്ട് പോരും. ഇവർക്കൊന്നും ഒന്നും അറിയത്തില്ല. അപ്പോൾ സുവിശേഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആളുകൾ മനസ്സിലാക്കുമായിരുന്നു, കേൾക്കുമായിരുന്നു, അതനുസരിക്കുമായിരുന്നു. ഇന്നത്തെ പോലുള്ള കഠിനമായ പ്രയത്നം ഒരു നിലയിൽ പറഞ്ഞാൽ അന്നില്ല. ആളുകൾ പ്രയത്നം ഉണ്ടെങ്കിലും അത് ആളുകൾ വിശ്വാസത്തിൽ താല്പര്യമായിട്ട് ആവശ്യത്തോടെ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ എൻ്റെ ആരംഭകാലങ്ങളിലൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു നിലയിൽ പറഞ്ഞാൽ മോശയോട് ദൈവം ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ആടിനെ മേയിച്ച വടിയുണ്ട്. നിലത്തിടാൻ പറഞ്ഞു. നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്ന പോലെ ഒരു കഴിവും ഇല്ലാത്ത ആളുകളായിരുന്നു. എന്നാൽ അവരുടെ ആ കഴിവിന്മേൽ മഹാദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അത്ഭുതകരമായി ഉണ്ടായതുകൊണ്ടാണ് ആ കാലത്തെ പ്രവർത്തനങ്ങൾ നടന്നത്. ഇന്നും ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അല്ലാതെ ഒന്നും നടക്കുകയെന്നാണ് എൻ്റെ വിശ്വാസം. അച്ചായനെ ഈ രക്ഷിക്കപ്പെട്ട് ഈ വിശ്വാസത്തിലേക്ക് വന്നു, സുവിശേഷകനായി തീർന്നപ്പോൾ ദൈവം എന്ത് കൃപാവരങ്ങളാണ് അച്ചായന് പാസ്റ്റർക്ക് തന്നിട്ടുള്ളത്? അപ്പം പൊതുവെ ആരംഭകാലത്തുള്ള സുവിശേഷകരൊക്കെ വലിയ കൃപാവരങ്ങൾ പ്രാപിച്ച ആളുകളായിരുന്നു. അപ്പോൾ അച്ചായന് ഏതൊക്കെ രീതിയിലുള്ള ശുശ്രൂഷകളാണ് ദൈവം ഏൽപ്പിച്ചിരുന്നത്? എനിക്ക് ശുശ്രൂഷപരമായി എനിക്ക് കാഴ്ചപ്പാടുണ്ടാകുന്നത് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോഴാണ്. അപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ വീടിൻ്റെ വീടായിരുന്നെങ്കിലും ഒരു മുറി ഇതിനായിട്ട് വേർതിരിച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞത് ഞാൻ അഭിഷേകം പ്രാപിച്ചു. അഭിഷേകം പ്രാപിച്ചപ്പോൾ ഭയങ്കര ശക്തിപരമായിരുന്നു. അഭിഷേകം പ്രാപിച്ചത് എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് പറയുവാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് ഈ അന്യഭാഷ പറയുക, അഭിഷേകം പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞ പലർക്കും ഒരു താല്പര്യമില്ലായ്മ. എന്നാൽ ഈ അതെങ്ങനെയാണ് ആ ഒരു അഭിഷേകം പ്രാപിക്കുന്നത്, ആ ശക്തി പ്രാപിച്ചാലുള്ള ഒരനുഭവം എന്താണ്? പാസ്റ്റർക്ക് എങ്ങനെയാണ് അത് അനുഭവം ആയി തീർന്നത്? അപ്പോൾ അന്ന് ഞങ്ങൾ നടത്തുന്ന ഈ അന്ന് നടന്നുണ്ടായ ഒരു ലീഡറായിരുന്ന ആൾ അഭിഷേകം പ്രാപിച്ചതല്ല. അങ്ങനെ ഇരിക്കെ ഒരു ദൈവദാസന് അവിടെ അഭിഷേകം പ്രാപിച്ചൊരു ദൈവദാസൻ വരാനിടയായി അവിടെ ഞങ്ങളുടെ വീട്ടിൽ. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു ആഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന നടത്താം. അപ്പം ഇന്ന് കൂടിയിരിക്കുന്ന ആളുകളൊന്നും അങ്ങനെ ആത്മീയ അഭിഷേകമുള്ളവരല്ലല്ലോ, ദൈവം പ്രവർത്തിക്കും, ഏറെ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഉത്സാഹിപ്പിച്ചു. അന്ന് എൻ്റെ മദറൊക്കെ നാട്ടിലെ അഭിഷേകം പ്രാപിച്ചവരാണ് ആളുകൾ. എങ്കിലും ആത്മീയമായിട്ടൊക്കെ മങ്ങി നിൽക്കുന്ന ഒരവസരം അത് വളരെ താല്പര്യത്തോടെ പ്രേരിപ്പിച്ചു. അവിടെ എല്ലാവരും ഇരിക്കണമെന്ന് പറഞ്ഞ് ഞാനും ഇരുന്നു. എന്നെക്കാട്ട് പ്രായമുള്ളവരും അന്ന് മറ്റുള്ള ആളുകൾ കുറേ പേരുണ്ടായിരുന്നെങ്കിലും ആ മീറ്റിങ്ങിൽ എല്ലാവരും ഉപവാസത്തോടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ വലിയ ഉപവാസത്തോടൊന്നും അല്ലായിരുന്നില്ല. കാരണം പകലെല്ലാം ജോലി ചെയ്യും, വൈകുന്നേരത്താണ് ഞാൻ മീറ്റിങ്ങിന് ഇരിക്കുന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ മറ്റെല്ലാം ഉപവാസത്തിലായിരിക്കുന്നെങ്കിലും ഞാനും പ്രാർത്ഥനയോടെ ഇരുന്നു. അങ്ങനെ ഇരുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ അദ്ദേഹം ദൈവവചനം സംസാരിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാമല്ലോ നാട്ടിൽ വെച്ചുള്ള ഈ വിഷയങ്ങളൊക്കെ. അതുകൊണ്ട് ഞാനും ഈ അഭിഷേകത്തിനായിട്ട് വളരെ താല്പര്യത്തോടെ ദൈവസന്നിധി സമർപ്പണത്തോടെ ഇരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ പ്രകാശം പോലെ എനിക്ക് അനുഭവപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഉടനെ ഞാൻ പെട്ടെന്ന് മൈക്കുറ്റി പോലെ ഇരുന്ന് ഞാൻ ചലിക്കാൻ തുടങ്ങി.
ആകപ്പാടെ വലിയ ശക്തിഭരണമായി എന്ന് സാധാരണ പറയുമല്ലോ തുള്ളുന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായ ശക്തി ആവരിച്ചു കഴിഞ്ഞപ്പോൾ ആ മുറി മുഴുവനും ഞാനിങ്ങനെ വട്ടം കറങ്ങുന്ന പോലെ അങ്ങ് എനിക്ക് നിയന്ത്രിക്കാൻ മേലാത്ത പോലെ ഇതിനകത്തങ്ങായിപ്പോയി. അങ്ങനെ ആയിക്കഴിഞ്ഞ ഉടനെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ വായിൽ നിന്ന് അന്യഭാഷ ഇങ്ങനെ വന്നു. അങ്ങനെ അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി. അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞ ഉടനെ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു പ്രേരണയുണ്ടായി എഴുന്നേറ്റ് പറയാൻ. ഞാൻ എഴുന്നേറ്റ് ഈ ആത്മാവിൽ അന്യഭാഷയോട് സംസാരിക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ ദൈവം ഒരു കൊയ്ത്തിൻ്റെ കാലമാണ്, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതൊക്കെ എനിക്ക് അറിയാവുന്ന നിലയിലില്ല, ഏതോ ഇങ്ങനെ ദൈവവചന അടിസ്ഥാനത്തിലാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. ഈ കൊയ്ത്തുമൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ പിന്നെ മനസ്സിലായി ഞാൻ അന്ന് സംസാരിച്ചതൊക്കെ ദൈവാത്മാവിൽ സംസാരിച്ചതാണല്ലോ എന്ന് പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ സംസാരിച്ച് എനിക്ക് അങ്ങനെ ആത്മാവിൻ്റെ വലിയ ശക്തിയേറിയ വ്യാപാരം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി സംസാരിച്ചു. അപ്പോഴേ ഞങ്ങളുടെ ദേശത്തുള്ള ആളുകളൊക്കെ കത്തോലിക്കരും മറ്റുള്ളവരൊക്കെ ആണല്ലോ, ഈ നാട്ടിൽ നിന്ന് വന്നവർ അന്ന് പെന്തക്കോസ്തിൻ്റെ പ്രവർത്തനം അറിഞ്ഞിട്ടുള്ളവർ. ഇപ്പോൾ അഭിഷേകം കാണാൻ വേണ്ടി ഒത്തിരി ആളുകൾ വന്നു, വീട്ടിലങ്ങ് ആളുകളെ കൂടിയപ്പോഴേ ഒരു കൂട്ടം ആളുകൾ ഇതെന്താണെന്ന് വിചാരിച്ച് അമ്പരം നിന്നു. അപ്പോൾ അവരോട് വന്നവരോടൊക്കെ ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ വാതുക്കൽ അധികം ഇടയില്ലാത്തതുകൊണ്ട് കുറേ പേര് വെളിയിൽ നിൽക്കുകയാണ്. അപ്പോഴേ പെന്തക്കോസ്തുകാരിങ്ങനെ തുള്ളുന്നെന്നും പറഞ്ഞ് അന്ന് ഈ കപ്പയും മദ്യം തീർക്കാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കൂട്ടർ കളിയാക്കാനും പരിഹസിക്കാനും തുടങ്ങി. ഒരു കൂട്ടർ ഇതെന്താണെന്ന് അത്ഭുതപ്പെട്ടു. ഏതായാലും വന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. ഈ പരിഹസിക്കുകയൊക്കെ ചെയ്തതായ ആളുകൾക്ക് പിൽക്കാലങ്ങളിൽ ചിലരൊക്കെ വിശ്വാസത്തിൽ വന്നെങ്കിലും ചിലരൊക്കെ തരിപ്പണമായി തകർന്നുപോയി. അതുപോലെ ദൈവാത്മാവിന് വിരോധമായി വന്നവരെ മുമ്പോട്ട് ജീവിക്കാൻ വരാതെ ആ ദേശത്തുനിന്ന് തന്നെ ദൈവം നീക്കി. അവരുടെയൊക്കെ അന്ത്യം വളരെ മോശമായിരുന്നു. കാരണം മറ്റു നിന്നവർക്കോടെല്ലാം ശിക്ഷയുണ്ടായി, അനുകൂലിച്ചവർക്കെല്ലാം നന്മയുണ്ടായി. അപ്പോൾ അന്ന് വന്നായ ആളുകൾക്ക് പിന്നെ രോഗശാന്തി ഉണ്ടായി, ഭൂതശാന്തി ഉണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ദൂത് പറഞ്ഞു. ചില ആളുകൾ അന്നേരം ചിലർ രക്ഷിക്കപ്പെട്ടു. അന്നൊരു എന്താണെന്നറിയാമല്ലോ, ഒരു 30 ദിവസത്തെ പരിപാടി പറഞ്ഞാൽ ഭയങ്കര നിലയിലൂടെ അന്തരീക്ഷമായിരുന്നു. അന്നേരത്തേക്കും ആളുകൾ രക്ഷിക്കപ്പെട്ട് ഇങ്ങനെ മുമ്പോട്ട് വന്നു. പിന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുന്ന ആളായിട്ട് അന്നും ഇന്നും ഞാൻ പ്രദർശിപ്പിക്കുന്നില്ല. എന്നാൽ അനേകം ആളുകൾ അത്ഭുത രോഗശാന്തി പ്രാപിച്ചവരുണ്ട്. ഭയങ്കരമായ നിലയിൽ പിന്നെ ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ മേലാത്ത ആളുകളുടെ വീടുകളിൽ ചെന്ന് ഒന്ന് രണ്ട് അനുഭവങ്ങൾ അതൊന്ന് പറയാമോ? അപ്പോൾ ഈ രോഗശാന്തി ലഭിച്ചവരോ അല്ലെ ഭൂത ബാധകര് വിടുതൽ പ്രാപിച്ച ഒന്ന് രണ്ട് പേരുടെ അനുഭവങ്ങളൊന്ന് പറയാമോ? രോഗശാന്തി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഭിഷേകം പ്രാപിച്ച ആ സമയത്തുള്ള എൻ്റെ ശുശ്രൂഷയാൽ തന്നെ അത്ഭുത രോഗശാന്തി ചിലരൊക്കെ പ്രാപിച്ചിട്ടുണ്ട്. ആ അനുഭവത്തിലാണ് ചിലർ അന്ധവിശ്വാസത്തിൽ വന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ഒരു ശുശ്രൂഷകനാകാൻ എനിക്ക് ശുശ്രൂഷയ്ക്ക് മുന്നോട്ടിറങ്ങാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ ഉപദേശമാരുടെ ജീവിതം എനിക്കറിയാലും നാട്ടിൽ വെച്ച്. അപ്പോൾ അവർ കഷ്ടപ്പെടുന്നതായ കഷ്ടപ്പാട് എനിക്ക് നല്ലപോലെ അറിയാം. അതുപോലെ തന്നെ അവരുടെ പട്ടിണി അറിയാം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും ഒരു ഉപദേശിയായി പോകുമ്പോഴേ നമ്മൾ പിടിച്ചു കിട്ടുമല്ലോ, ലോകപ്രകാരം ഒന്നും ചെയ്യാനും പറ്റുകയില്ല, അതുപോലെ വിശ്വാസ ജീവിതം ചെയ്യുകയും ചെയ്യണം, അത് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഞാൻ അന്നൊരു തീരുമാനം എടുത്തു, ദൈവം എനിക്ക് എന്തൊരു നന്മ ചെയ്താൽ ഞാൻ സുവിശേഷത്തിന് വേണ്ടി ചെലവിട്ടോളാം. വേണ്ടി വന്നാൽ ഒരു പാസ്റ്ററെ തന്നെ നിർത്തി സാഹചര്യം ഉണ്ടായാൽ അവരോട് സഹകരിച്ച് സുവിശേഷം അവരുടെ സന്ധാരണത്തിന് വേണ്ടി ഇതെല്ലാം കൊടുത്ത് സുവിശേഷകരെ ചെയ്യാവുന്നൊരു ചിന്തയായിരുന്നു എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നത്. അങ്ങനെ മുൻപോട്ട് പോകുന്ന അവസരത്തിലാണ് എന്നോട് രോഗത്തിലൂടെ പിടിച്ചു. ആദ്യം ഉണ്ടാകുന്ന രോഗം എനിക്കൊരു വയറ്റുവേദന പോലെ വന്നു. വയറ്റുവേദന എന്ത് ചെയ്താലും മാറുന്നില്ല. അങ്ങനെ വന്നത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തലയ്ക്ക് വേദനയായി. തലയ്ക്ക് വേദന വന്നു കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ മൂക്കിൽ കൂടെ എപ്പോഴും ഇങ്ങനെ പഴുപ്പ് വന്നുകൊണ്ടിരിക്കും. ചികിത്സ
ചെയ്യുന്ന പരിപാടി ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ശുശ്രൂഷ ചിലർക്ക് അഭിഷേകം പ്രാപിക്കുമ്പോൾ പ്രാർത്ഥിച്ചതിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് സൗഖ്യം വരും എന്നുള്ള പ്രതീക്ഷയോടെ ഞാനും ഇങ്ങനെ കാത്തിരിക്കണം. വലിയ കുറവൊന്നും വരുന്നില്ല. അപ്പോഴങ്ങനെയായി ഒരു ബ്രാക്കറ്റ് സമയത്ത് ഞാൻ മരിച്ചു പോകുന്നത് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, കർത്താവെ എനിക്കതിന് സൗഖ്യം തരണം, തുടർന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ എന്നെ സമർപ്പിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കുമ്മനാട്ട് പോയി സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ പഠിക്കാൻ പോയി ഞാൻ ആദ്യ കാലത്ത് തന്നെ പഠനം തുടങ്ങിയ ആ സമയത്ത് ഈ പറയുകയാണെങ്കിൽ മേലാഴിയും രോഗത്തോടു കൂടി അവിടെ ചെല്ലുന്നു. ദൈവം എന്നെ അത്ഭുതമായി, ഞാനൊന്നും ചെയ്തില്ല, അറിയാതെ എൻ്റെ രോഗം സൗഖ്യമായി. അങ്ങനെ എനിക്ക് അനുഭവമുണ്ട്. ആ അനുഭവം വെച്ച് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ വരുന്ന രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അതുപോലെ ഞങ്ങളുടെ ഫാമിലിയൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ ഇതുപോലെ ചികിത്സയ്ക്കൊന്നും പോവുകയില്ല. ഇങ്ങനെ സൗഖ്യം ദൈവം നൽകിക്കൊണ്ടിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമായ കാര്യമാണ്. ആ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ഏത് കഷ്ടതയിൽ കൂടെ പോകുന്ന ആളുകളാണെങ്കിലും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചീന്തലാറിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഓരോരുത്തർക്കും സഭയുടെ പാസ്റ്റർ എന്നുള്ള നിലയിൽ ആളുകൾ ഒന്ന് പ്രാർത്ഥിക്കുക, അവർക്ക് സൗഖ്യം ഉണ്ടാകും. ഈ അനുഭവത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എടുത്ത് പറയത്തക്ക നില അന്ന് ഓരോരുത്തരും ഞായറാഴ്ച സാക്ഷ്യം പറയുമ്പം എനിക്ക് പാസ്റ്റർ പ്രാർത്ഥിച്ചു സൗഖ്യം ഉണ്ടായെന്നൊക്കെ ഓരോരുത്തർ പറയും. അങ്ങനെ ഇരിക്കെ ഞാനൊരിക്കൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു മലയപ്പൂർ എന്ന് പറയുന്നത് ഒരു ഇരുണ്ട സ്ഥലത്താണ്. അന്ന് പുല്ലുമേടിൻ്റെ സ്ഥലത്ത് കൂടി കടന്നു പോകുമ്പോൾ ഒരു ചെറിയ വീട്ടിൽ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഞാൻ നടന്ന വഴികൾ ഓടി വന്നാൽ എന്നെ വന്ന് പറഞ്ഞു, ഇത് എൻ്റെ ഇന്നാരും സുഖമില്ലാതെ കിടക്കുകയാണ്, അപ്പോൾ അത് തലയ്ക്ക് സുഖമില്ല, ഭൂതം കയറിയിരിക്കുകയാണ്, അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് പാസ്റ്റർ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുവരെ ഈ ഭൂതത്തെ ശാസിച്ചുള്ള അനുഭവങ്ങൾ എനിക്ക് അധികമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അതിനുള്ള കുറവുണ്ടോ, എങ്കിലും എനിക്കതൊരു ചെറിയ ഭയമുണ്ട് ഭൂതത്തെ ശാസിക്കുന്നത്. കാര്യം രോഗശാന്തിയുടെ അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചെറിയ ഭയമുണ്ട്. ഞാൻ ഏതായാലും പുറകോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്നെ നിർബന്ധമായി ചെല്ലണമെന്നും പറഞ്ഞു. ഞാനവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം കട്ടിലെ കിടക്കുക, ഇദ്ദേഹം ഏതാണ്ട് കോച്ചിയും ബഹളമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വലിയ ധൈര്യമില്ലെങ്കിലും ഞാൻ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഒന്ന് ആഞ്ഞു പിടിച്ചുകൊണ്ട് ദൈവമേ അവിടെ അത്ഭുതം പ്രവർത്തിക്കരുത്, ലജ്ജിപ്പിക്കരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം അന്നേരം തന്നെ സൗഖ്യമുണ്ടായി. പുള്ളി സുബോധം വന്നു, എഴുന്നേറ്റ് സംസാരിച്ചു. അങ്ങനെ ഒരു അത്ഭുത സൗഖ്യം, ആ പുതുശാന്തി അവിടെ കണ്ടു. അതിനുശേഷം ഞാൻ ചിന്തലാറിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ദിവസം വൈകിട്ട് ഒരു സഹോദരൻ ഇതുപോലെ തന്നെ ഒരു സഹോദരി ഓടി വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് വളരെ പ്രയാസമെടുത്ത് കിടക്കുകയാണ്, ഇതുപോലെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഭൂതമാക്കി തോന്നുന്നു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വലിയ ഈ കാര്യത്തിലെ ഭൂതശാന്തി ശുശ്രൂഷ ഞാൻ എന്നെ മനസ്സിലാക്കി വെച്ചിരുന്നത് അതിന് വേറെ ആളുകളുണ്ടല്ലോ അവർ ചെയ്യട്ടെന്നൊക്കെ ചിന്തയിലേക്ക് ഏതായാലും വിളിച്ചു പോയാണെന്ന് വിചാരിച്ച് ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ആർക്കും സൗഖ്യമുണ്ടായി. ഇങ്ങനെ ഭൂതശാന്തിയുടെ അനുഭവം. പിന്നെ പല ഈ ഭൂതശാന്തി രോഗങ്ങൾ വന്ന ഭൂതാത്മാവിൻ്റെ ശാസിക്കും സൗഖ്യമുണ്ടാകുന്നു. അങ്ങനെ മിക്കവാറും പേരുടെ അനുഭവങ്ങൾ കൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗശാന്തി എന്ന് പറയുന്നത് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ അനുഭവമായിട്ടാണ് എനിക്കിരിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അന്നത്തെ ആ ചിന്തകളിൽ നിന്ന് കുറേ മാറിയിട്ട് പിന്നെ പാസ്റ്റർ കെ എബ്രഹാമിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുമായിരുന്നു, ദൈവത്തിൽ നിന്നുള്ള അത്ഭുത രോഗശാന്തി നമുക്ക് നേരിട്ട് ലഭിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരിക്കൽ പറഞ്ഞു, ദൈവത്താൽ നടത്തപ്പെടുന്നതാണ് അതുപോലെ മരുന്നും അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന മറ്റൊരു വശമാണ്. അപ്പോഴങ്ങനെ രോഗശാന്തി അനുഭവം ഉണ്ടാകാം, ഈ നിലയിലൂടെ അനുഭവം ഉണ്ടാകാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ വചനം തിരുവചനാടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അപ്പോഴത് പൊതുവിൽ അന്നത്തെ പഴയതിലുള്ള ചിന്തകളിൽ നിന്ന് ആളുകൾക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അന്നേരം മുതൽ ചില ചികിത്സകളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളുടെ മധ്യേ ഗുളികയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും എനിക്കിതിനിടയ്ക്ക് പല പ്രാവശ്യം മരണകരമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നേക്കൊരു 20 വർഷത്തിന് മുമ്പ് ഒരു സ്ട്രോക്ക് പോലെ എനിക്ക് വന്നു. ഞാൻ ഹോസ്പിറ്റലായി 6-7 ദിവസം അവിടെ കിടക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും ഞാൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പരസ്യമൊക്കെ ഉണ്ടായി.
ഡോക്ടർ ചികിത്സയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് പ്രഷർ കൂടി മത്സരങ്ങളെല്ലാം ഉണ്ടായതാണ്. ഏതായാലും ഞാൻ അന്ന് മുതൽ ഈ ഗുളിക എടുക്കുന്നു, ഗുളിക പ്രഷറിനുള്ള ഗുളിക. എന്നാലും എനിക്ക് തുടരെ പല അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുദിനമുണ്ട്. പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലങ്ങളിൽ ഓരോ രോഗങ്ങൾ എൻ്റെ ശരീരത്തിലുള്ളതായിട്ട് എനിക്കറിയാം. എന്നാലും എനിക്ക് ഉണ്ടാകുന്ന ഇപ്പം ഞാൻ ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് മരുന്നുകൊണ്ടോ വൈദ്യൻ്റെയോ ഒന്നുമല്ല, വിശ്വാസത്തിനൊരു ദൈവം എനിക്ക് സൗഖ്യം നൽകുന്നതാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അച്ഛനിപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ ഞാൻ 1947 2027 ആകുമ്പോൾ 80 വയസ്സാവും. 80 വയസ്സാവും. അപ്പം എത്ര വർഷത്തോളമായി സുവിശേഷ വേല ചെയ്യുന്നു? സുവിശേഷ വേല ഞാൻ പറഞ്ഞല്ലോ 60 വർഷമായി. 60 വർഷത്തിന് മുകളിലായിരിക്കുകയാണ് സുവിശേഷ വേല ചെയ്യുന്നത്. ആരംഭ കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടേ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ ഉപദ്രവങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടോ? വന്യമൃഗങ്ങളുടെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആനയുടെ മുമ്പിലോ കടുവായുടെ മുമ്പിലോ ഒന്നും അകപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ അണക്കര താമസിക്കുന്ന കാലത്ത് ഇന്നീ കാണുന്ന കമ്പംമട്ട്, ഇവിടെ തൂക്കുവാരം, ഈ രാമക്കൽമേട്, നെടുങ്കണ്ടം, ഇങ്ങനെ ഏരിയ മുഴുവനും വനങ്ങളാണ്. അവിടെ നിന്നൊക്കെ ആനകൾ ഏകദേശം മന്തിപ്പാറ വരെ വരുമായിരുന്നു. അപ്പോഴങ്ങോട്ട് ആളുകൾ പോകരുതെന്നാണ് പറയുന്ന ആളുകൾ. എങ്കിലും അവിടെ അങ്ങിങ്ങായിട്ട് ഓരോ വീടുകളും ചിലരുടെ ഏറുമാടത്തിലൊക്കെ ആയിട്ട് താമസിക്കുന്നു. അപ്പോഴങ്ങനെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഈ അണക്കരയ്ക്ക് അത്രയും വന്യമൃഗ ശല്യം ഉണ്ടായിരുന്നു. കാരണം അവിടെ ഒരു 5-8 കിലോമീറ്റർ ഏറിയ കൂടുതൽ താമസമുള്ളതും കൃഷി സ്ഥലങ്ങളും നിലങ്ങളാണ് കൂടുതൽ. അപ്പോഴങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് വന്യമൃഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ കാലത്ത് ഇവിടെ കട്ടപ്പന എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായിരുന്നു. ഇവിടെ പുളിയമലയ്ക്ക് താഴോട്ട് ഇറങ്ങിയാൽ ആനയുണ്ട്, പോകരുതെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ കൊച്ചുതാള ഈ പ്രദേശങ്ങളുടെ ഇവിടെ വാഴവര, ഇവിടെ ഈ നയ്യമ്പാറയ്ക്കപ്പുറമല്ല ആനയുള്ള സമയമാണ് ആ കാലത്ത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് കൂടുതൽ ആളുകൾ വന്നപ്പോഴത് മാറി പോയി. അങ്ങനെ പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ മുമ്പിൽ അകപ്പെട്ട സമയങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ കാട്ടിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സമയങ്ങൾ നടന്ന് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഭയപ്പെട്ടൊക്കെ ആയിട്ട് പോയി എന്ന് മാത്രമേ പറയാം. ആരംഭകാലത്തെ ഈ IPC സഭയുടെ നേതാക്കന്മാരുമായിട്ട്, അതായത് സെൻട്രൽ പാസ്റ്റർ, അതുപോലെ സ്റ്റേറ്റ് പ്രസിഡന്റ്, അതുപോലെയുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം, ആരൊക്കെയായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു? അവരുമൊക്കെ ആയിട്ടുള്ള എങ്ങനെയാണ് ആ ബന്ധം നിലനിന്നത്? ആരെയൊക്കെയാണ് പരിചയമുള്ളത്? ഞാനിങ്ങനെ ദൈവം എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്ത് ഇങ്ങനെ എന്നിൽ കൂടെ ഒരു ആത്മീയ പ്രവർത്തനം ഉണ്ടെന്ന് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന പാസ്റ്റർ K. എബ്രഹാമിന് അറിഞ്ഞു. അദ്ദേഹം അറിയാൻ കാര്യം, അന്ന് K. മാത്യു എന്ന് പറയുന്ന ഒരാളായിരുന്നു ഈ ഏരിയയിലെ ചുമതല കൊടുത്തിരുന്നു തീരുമാനം. അപ്പോൾ അദ്ദേഹം ഈ തീരുമേടിൻ്റെ ചാർജ് എടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ സഭയിലാണ്. വീട്ടിൽ വന്ന് അദ്ദേഹം ആദ്യമായിട്ട് വീട്ടിൽ വന്നു. അപ്പം ഞങ്ങൾ ചെറുപ്പമാണല്ലോ. അപ്പോൾ അദ്ദേഹം വന്ന് ഇങ്ങനെ ചാർജ് എടുക്കാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ അപരിചിതനായ ഒരു മനുഷ്യന് പെന്തക്കോസ്ത് ഉദ്ദേശിമാരുടെ വേഷമൊക്കെ ഉണ്ട്. എന്നെങ്കിലും അദ്ദേഹം ഒരു മാന്യനായ നിലയിലുള്ള വ്യക്തിയാണ്. നല്ല അദ്ദേഹം വന്ന് വീട്ടിൽ വന്ന് സമാചാരം എടുത്തു. അന്ന് എനിക്ക് കൂടുതൽ അറിയത്തില്ല വാസ്തവം പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ കാര്യം. അപ്പം അദ്ദേഹം വന്ന് പറഞ്ഞു, ഞാൻ പീരുമേടിൻ്റെ ചാർജ് എടുക്കാനാണ് വന്നിരിക്കുകയാണ്, തുടർന്ന് സഹകരിക്കണം. അപ്പോൾ നമുക്ക് ഉപ്പേറെ ഒരു സഭയുണ്ട്. ഉപ്പേറെ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് മനസ്സിലിരിക്കുന്നത് വെച്ചാൽ അതുകൊണ്ട് വലിയ മറ്റൊരു ധ്രുവമാണ്. കാരണം ഇവിടെ ആനയില്ലേ, അങ്ങ് കേട്ടിട്ടുള്ളത്. ഇവിടെ തോട്ടത്തിൽ ഒന്നൊരു സഭയുണ്ട്, അപ്പോൾ എല്ലാം കൂടെ കൂടി നമുക്ക് ഒന്നിച്ച് സംഘടിച്ച് നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹവും അതിന് മുമ്പ് വേറൊരാളുണ്ടായിരുന്നു K. എബ്രഹാം എന്ന് പറഞ്ഞാൽ. അദ്ദേഹം 1-2 പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ സ്ഥാനപ്പെടുത്തുന്നത്, ഈ K. എബ്രഹാം. അതിനുശേഷം K. മാത്യു വന്നു. അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെതായെന്നല്ല. അപ്പോൾ അദ്ദേഹം ചെന്ന് കുമ്മനാട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു യുവ സഹോദരനുണ്ട്, കൃപാവര ശുശ്രൂഷയൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം, കർത്താവിൻ്റെ വേലയ്ക്ക് കൊള്ളാവുന്ന ഒരാളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഈ അനുഭവം എല്ലാം കഴിഞ്ഞ് ഞാനവിടെ ചെന്നപ്പം സാർപ്പച്ചൻ അവിടെ ബംഗ്ലാവിലിരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോഴേ
വന്നിട്ട് ഹൈ റേഞ്ചിൽ നിന്ന് വന്നതാണോ എന്ന് ചോദിച്ചു. അതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോഴേ എഴുന്നേറ്റു. അദ്ദേഹം വലിയ മനുഷ്യൻ എഴുന്നേറ്റപ്പോൾ എനിക്കൊരു ആശയം തോന്നി. അദ്ദേഹം എഴുന്നേറ്റ് ഒന്ന് മോനെ വന്നിരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഇരുന്നു. ഞാനിരുന്നപ്പോൾ എന്നോട് ഇവിടുത്തെ ചരിത്രമൊക്കെ ചോദിച്ചു. ചരിത്രമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അന്ന് ഈ ഉപദേശിമാർക്ക് പഠിക്കാനായിട്ട് ഒരു അഡ്മിഷൻ കിട്ടാൻ വലിയ പാടാണ് കുമ്പനാട്ട്. ചുരുക്കം പേരെ എടുക്കുകയുള്ളൂ. അത്ര ബോധ്യമുള്ളവരെ സാർപ്പത്തിന് എടുക്കൂ. എല്ലാവരും ചെല്ലുന്നവരൊന്നും എടുക്കുകയില്ല. അഡ്മിഷൻ കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ എനിക്ക് അഡ്മിഷനായി. ഞാൻ പഠിച്ചോളാൻ പറഞ്ഞു. ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞോട്. അങ്ങനെ അന്ന് പഠിപ്പിക്കുന്നത് പാസ്റ്റർ ടി ജി ഉമ്മച്ചന്, സി കെ ദാനിയൽ, ജോർജ് വർഗീസ്, വി ടി അപ്പച്ചനില്ലേ, വി ടി അപ്പച്ചൻ അറിയാമോ? വി ടി ജോസഫ്. എനിക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയില്ല. വി ടി ജോസഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഫാദർ, നമ്മുടെ ഈ ഷാർജയിലുള്ള വിൽസൺ ജോസഫിൻ്റെ ഫാദർ. വിൽസൺ ജോസഫിനെ അറിയാത്തത് കേട്ടിട്ടുണ്ട്. വിൽസൺ ജോസഫ് അദ്ദേഹത്തിൻ്റെ ഫാദറാണ്. ആ ഫാദർ അദ്ദേഹമൊക്കെ ഇവിടുത്തെ പഴയ ആൾക്കാരാണ്. അപ്പോഴന്ന് ഈ ഐ പി സിക്ക് 25-26 സെൻറ്ററേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാം ഓരോ ഏരിയയിൽ പോയി പ്രവർത്തിച്ച് ഒരു സവള സ്ഥാപിച്ചു വരിക. അവരാണ് ഈ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുള്ള അവരാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ അവരുടെ അനുഭവങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഞങ്ങളെ ശരിയായിട്ട് പഠിപ്പിക്കും. അതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും പരസ്യവും നടത്താനും അതുപോലെയുള്ള പ്രോത്സാഹനം ഈ ഫീൽഡിലുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒക്കെ പഠിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ സഭ ചെല്ലുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ മേശമേൽ വിരിക്കുന്നത് വരെ എങ്ങനെയാണെന്നുള്ള കാര്യം മുതൽ പഠിപ്പിച്ചാണ് ഇറങ്ങുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടേതായ. അപ്പോൾ ഐ പി സിയുടെ പ്രാരംഭ പ്രവർത്തകർ എന്ന് പറയുന്നത് ഇവരൊക്കെയാണല്ലോ. അവരിൽ നിന്നാണ് എനിക്ക് പഠനം പഠിച്ചിട്ട് പാസ്റ്റർ പി എം പെരുപ്പ് തുടങ്ങിയതായിരിക്കുന്ന ആൾ. പി എം പെരുപ്പിനെ അവിടെ കുമ്പനായിട്ട് പഠിപ്പിക്കാറില്ല. അദ്ദേഹം ഒരു പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് ബൈബിൾ സ്കൂളും ആ കാലത്ത് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോഴന്ന് അദ്ദേഹം അവിടുത്തെ ചാർജ് എടുക്കുന്നു, ഞാൻ കുമ്പനാട്ട് പഠിക്കുന്നു. അങ്ങനെയായിരുന്നു. ഐ പി സിയുടെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് വചനം പഠിക്കാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതെ, അവരുടെ അനുഭവങ്ങളും ഒക്കെ വലിയ വലിയ അനുഭവങ്ങളാണ്. അപ്പോൾ അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പലപ്പോഴും മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഇവരിൽ ചിലരൊക്കെ. അതിൽ സാർപ്പറ്റം പിന്നെ പ്രായമായി പുള്ളി മരിച്ചു. പുള്ളി ഒരു മീറ്റിങ്ങിന് മാത്രമേ അണക്കര വന്നിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പല മീറ്റിങ്ങിന് ആരംഭകാലങ്ങളിൽ പ്രോത്സാഹിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് പാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ അങ്ങനെ മുൻപോട്ട് പോയതിന് ശേഷം ഹൈ റേഞ്ച് മേഖലയിൽ കെയ്മാത് സാർ ഇരുന്ന കാലത്ത് ഇവിടെ ഏകദേശം 22 സഭകൾ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 22 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് ആ പ്രവർത്തനം എവിടെ മുതലാണെന്ന് ചോദിച്ചാൽ ഇവിടെ മുണ്ടക്കായ് മുതലാണ്. മുണ്ടക്കായും കോരുത്തോട് എന്നൊക്കെ പറയില്ല. കോരുത്തോടെ പുലുക്കുന്ന അവിടെയൊക്കെ 3-4 സഭകളുണ്ടായിരുന്നു. മുണ്ടക്കായം അവിടെ 3-4-5 സഭകളുണ്ട്. ബാക്കി പിന്നെ ഈ ഭാഗത്തൊരു 5-6 സഭകളുണ്ട്. പിന്നെ മൂന്നാർ ഭാഗത്തൊരു 5-8 സഭകളുണ്ട്. മൂന്നാറിലെ ഒരു വേറെ സെക്ഷനായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇത് ഒന്നായിട്ട് പൊതുവെ പറയുമ്പോൾ പീരുമേട് സെൻറ്റർ എന്ന് പറയും. ഇത് ആദ്യം നമ്മുടെ 2-3 ഉണ്ടായിരുന്നത് പിന്നെ പീരുമേട് സെൻറ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞ ഉടനെ അദ്ദേഹം 87-ലാണ് മരണപ്പെടുന്നത്. 87 മരണപ്പെടുന്നപ്പം ഇവിടെ പല പാസ്റ്റേഴ്സൊക്കെ പിൽക്കാലങ്ങൾ വന്നവരുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് നിന്ന് പാസ്റ്റർ ഇദ്ദേഹമാണ് നമ്മുടെ ഇപ്പോൾ കെ ബി വർക്കിയാണ്. വേറെ ചില അതിനുശേഷം വന്നവരൊക്കെയാണ്. അപ്പോൾ അവർ ഈ സെൻട്രൽ 3-4 വിഭജിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു പ്ലാൻ വന്നു. അങ്ങനെ കേന്ദ്രത്തിൽ അതിൻ്റേതായ അപ്പോൾ അവിടെ കേന്ദ്രത്തിനും മനസ്സിലായി വിഭജിച്ച് പ്രവർത്തിക്കാൻ ഭയങ്കര ഏറിയല്ലേ ഹൈ റേഞ്ച് എന്ന് പറയുന്നത്, ഇടുക്കി എന്ന് പറയുന്നത്. അപ്പോഴത് നന്നായിരിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ പിന്നെ ഞാനിവിടെ ആദ്യകാലം മുതൽ നിൽക്കുന്ന ആയതുകൊണ്ട് എൻ്റെ ഒരു നിർദ്ദേശം താല്പര്യം എന്താണെന്ന് എന്നോട് ചോദിച്ചു. ഞാനന്നേരം ഈ ഹൈ റേഞ്ച് മേഖല ഇന്നപോലെ തിരിച്ചാൽ നല്ലതാണെന്നുള്ള നല്ലൊരു ലിസ്റ്റ് പോലെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തപ്പോഴും ഞാനിവിടെ കട്ടപ്പന താമസമായിരുന്നു. അപ്പോൾ ഞാൻ കുമളി ഏരിയയിലെ ലിസ്റ്റ് വേറൊരാളുടെ എന്നിട്ടും വേറെ ഏരിയയിൽ അങ്ങനെ
ഇതിങ്ങനെയായിട്ട് കൊടുത്ത് മുണ്ടക്കയം വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കി. അന്ന് ഞാൻ ഈ കാലങ്ങളിലൊക്കെ സെക്രട്ടറി ആയിട്ടോ വൈസ് പ്രസിഡന്റ് ആയിട്ടോ ഒക്കെ നിൽക്കുകയും സഭയുടെ ശുശ്രൂഷകരമായ കാര്യങ്ങൾ, സ്നാനം, കർത്തൃമേശ, അതുപോലെ വിവാഹം തുടങ്ങിയതായ കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു. കാരണം നടത്തേണ്ട സാഹചര്യം വരും. അതിൻ്റെ ഒരു കാരണം എന്നാണെന്ന് വെച്ചാൽ കെ മാത്യു സാർ ഇടയ്ക്ക് അമേരിക്കയിൽ പോകുന്ന ആളാണ്. പുള്ളി ഒരു 6 മാസം കഴിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഇവിടെ പല ശുശ്രൂഷകൾ ചെയ്യണം. അപ്പോൾ എന്നെ കോർഡിനേഷൻ ചെയ്തിട്ട് പറഞ്ഞു, എന്നെ പിൻപറ്റുന്ന പേരുണ്ട്, അപ്പോൾ അത് MT തോമസ് നടത്തുമെന്ന് പറയും. അപ്പോൾ ഞാനിതിൻ്റെ ചുമതലയാക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പല ശുശ്രൂഷകളും ചെയ്ത് ഇങ്ങനെ പോവുക രീതിയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇങ്ങനെ വിഭജിക്കപ്പെട്ടു. ഞാനന്നേരം ഇവിടെ കട്ടപ്പന ഏരിയയിൽ അധികം സഭകൾ ഉണ്ടായിരുന്നില്ല. ഉള്ളതെല്ലാം വളരെ ചെറിയ കൂട്ടം, ചെറിയ 2, 3, 4 കുടുംബങ്ങളുള്ള കൂട്ടമായിരുന്നു. അപ്പം ഞാൻ ഈ ഏരിയ കേന്ദ്രമാക്കിക്കൊണ്ട് ഞാനിവിടെ പ്രവർത്തിക്കാനും തീരുമാനിച്ചു. അങ്ങനെ ആണ് സെൻറ്റർ ഇവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ കട്ടപ്പന സെൻറ്ററിൻ്റെ പ്രവർത്തനം 1988 ഉണ്ടാകുകയും ഞാൻ കഴിഞ്ഞ 37ാമത് കൺവെൻഷനാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. ഞാൻ 37 വർഷമായി സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്നു. ഇപ്പോൾ 25 വേലസ്ഥലങ്ങളുണ്ട്. എല്ലാം ഒന്നും പൂർണ്ണഗതി എത്തിയിട്ടില്ല. എങ്കിലും 25 സ്ഥലങ്ങളിൽ ആരാധനകൾ നടക്കുന്നു. ചെറിയതും വലുതുമായ കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ സഭകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ സെൻട്രൽ പാസ്റ്ററായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതെ. ഇതിനിടയ്ക്ക് ഞാൻ കേരള സ്റ്റേറ്റ് കൗൺസിൽ 25 വർഷക്കാലം ഒരു കൗൺസിൽ അംഗമായിരുന്നു. അതുപോലെ തന്നെ വിഷൻ ബോർഡ്, ചാറ്റ് ബോർഡ്, ഇതിൻ്റെയൊക്കെ ചെയർമാനായിട്ട് ആ നിലയിലുള്ള ശുശ്രൂഷയൊക്കെ സ്റ്റേറ്റ് തലമായി ചെയ്തിട്ടു. പിന്നെ ഞാൻ ഇപ്പോൾ അതിനൊന്നും പോകുന്നില്ല. പ്രായമായി കഴിഞ്ഞപ്പോൾ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് അതെല്ലാം ഞാൻ 2 വർഷമായിട്ട് മാറ്റിവെച്ചു. ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ 60 വർഷത്തെ സുവിശേഷ പ്രവർത്തനത്തിനിടയ്ക്ക് പാസ്റ്റർ എത്ര പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്? ഞാൻ സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ എണ്ണമൊന്നും പ്രത്യേകിച്ച് കുറിച്ച് വെച്ചിട്ടില്ല. ഞാൻ മുണ്ടക്കയം മുതൽ ഇവിടെ ഈ ഏരിയ തൂക്കുകാലും ഭാഗങ്ങളിലുള്ളതായിരിക്കുന്ന എല്ലാ നദികളിലും അഥവാ എല്ലാ തോടുകളിലും അതൊക്കെ അങ്ങനെയാണല്ലോ ഞാൻ സ്നാനപ്പെടുത്തിയ സ്ഥലങ്ങളാണ് മുക്കാലും. ഏകദേശം ഈ പ്രദേശങ്ങളിലുള്ള പ്രായമുള്ള ആളുകളെ മിക്കവാറും പേര് സ്നാനപ്പെടുത്തിയത് ഞാനാണ്. ഇപ്പോഴും ഇവിടെ പറഞ്ഞ ഈ കട്ടപ്പന തന്നെയാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴിവിടെ ഉള്ള പല അസംബ്ലീസ് കോഡ്, ചർച്ച കോഡ്, ഇങ്ങനെ ഒത്തിരി പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്. എന്നാൽ ഞാനിവിടെ വന്നതിന് ശേഷം വിശ്വാസത്തിൽ വന്ന ആളുകളെ, സ്നാനപ്പെടുത്തിയ ആളുകൾ, ഒരു നല്ല വിഭാഗം ആളുകൾ ഈ പ്രസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട്. അവിടെ നിൽക്കുന്ന പല ആൾക്കാരും. അപ്പം അതിനകത്ത് ഇവിടെ ഈ IPCക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ. സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതിന് പണം നമുക്ക് തരികയില്ല. നമ്മുടെ പണം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കണമെന്നുള്ള രീതിയല്ല. IPCയുടെ ഞാൻ 25 വർഷം ഇതിനകത്ത് നിന്നുകൊണ്ട് എനിക്കറിയാം ഇങ്ങനെ അങ്ങനെയുള്ളതായ സൗകര്യങ്ങളൊന്നും ഈ കേരള ഫണ്ടില്ല. അപ്പോഴങ്ങനെ വിശ്വാസത്തെ നടക്കുക എന്നുള്ള നിലപാടാണ്. അപ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തെങ്കിൽ, വെളിയിലുള്ള പോയവർ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ സ്ഥാപനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ കഴിവനുസരിച്ച് ഞാൻ സ്വല്പം കൃഷിയും കൂടെ സൗകര്യപ്പെടുത്തിയാണ് ഞാൻ ആദ്യകാലം മുതൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൃഷിയിൽ നിന്നുള്ള നന്മ കൊണ്ടും എനിക്ക് കിട്ടുന്ന നന്മ കൊണ്ടും ഒക്കെ ഞാൻ സ്ഥലങ്ങളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ വാങ്ങിച്ചു 5-10 സെൻറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ചിലരൊക്കെ ചെറിയ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ സഭകൾ സ്ഥാപിക്കപ്പെട്ടത്. അപ്പം വലിയ കെട്ടിടങ്ങളൊന്നും ഇല്ലാഞ്ഞതിൻ്റെ കാരണത്താൽ ഇവിടുത്തെ സഭയ്ക്ക് ചില തോൽവി വന്നിട്ടുണ്ട്. കാരണം മറ്റുള്ളവരൊക്കെ വലിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ ആളുകൾക്ക് അതിനോടൊരു അട്രാക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് ആളുകൾ കുറെ കൂടെ താല്പര്യമായിട്ട് പോയിട്ടുണ്ടെങ്കിലും IPCയുടെ പ്രവർത്തനം ഇപ്പോൾ നന്നായി പോകുന്നു. ഇവിടെ ഇപ്പോൾ ഒരു 300 പേർക്ക് ഇരിക്കത്തക്ക നല്ലൊരു ഹോളുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ദൈവം നടത്തി. അതെല്ലാം ഇങ്ങനെ വിശ്വാസത്താലാണ് ഈ കാര്യങ്ങൾ നടന്നത്. ഇപ്പം തന്നെ ഈ നമ്മുടെ സെൻറ്ററിൽ മാന്യമായ നിലയിലുള്ള അനേക ഹോളുകളുണ്ട്. 200 പേർക്ക് ഇരിക്കാം. ഈ സെൻറ്ററിൽ എത്ര സഭകളുണ്ട്? ഇപ്പോൾ 25 സഭകൾ, 26 സഭകളുണ്ട്. മിക്ക സഭകളും തന്നെ ഹോളുണ്ട്. മിക്കവാറും സ്ഥലമുണ്ട്, ഹോളുണ്ട്. ചിലടത്തൊക്കെ ചെറിയതാണ്, പൊളിച്ചു പോയേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്കിതുവരെയും ആരും വിദേശത്തുനിന്ന് ഇന്നതിനോട് 10 രൂപ എന്നോട് സഹായം ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വിശ്വാസത്താൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അച്ഛൻ്റെ ഈ 60 വർഷത്തെ ഈ അനുഭവം വെച്ച് ഈ പുതുതായിട്ടുള്ള തലമുറയോട്, പാസ്റ്റേഴ്സിനോട്, പുതുതായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവരോടൊക്കെ എന്ത് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഇത്രയും നാളത്തെ അനുഭവവും ദൈവവുമായിട്ടുള്ള ബന്ധവും വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഇപ്പോൾ ആളുകൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല, പണം എല്ലാവരുടെയും കയ്യിലുണ്ട്, ഒരു വീട്ടിൽ നിന്ന് 1-2 പേര് വിദേശ രാജ്യങ്ങളുണ്ട്, ആർക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നുമില്ല. എങ്കിലും ഇത്രയും നാളത്തെ ഒരു അനുഭവം വെച്ച് ഈ യുവജനങ്ങളോട് പറയാനായിട്ടുള്ളൊരു സന്ദേശം എന്താണ്? ദൈവ വചനത്തെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ സുവിശേഷത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ബൈബിൾ സ്കൂൾ പഠിച്ചെന്നൊക്കെ പറഞ്ഞാലും ഈ 2 വർഷത്തെ പഠിത്തം കൊണ്ടൊന്നും വലിയ വേദോസ്തപരമായ ഒരു ഔട്ട്ലൈൻ മാത്രമേ എനിക്ക് വെച്ചിട്ടുള്ളൂ. കാര്യമായ പഠനങ്ങളൊന്നും ആ നിലയിൽ പിൽക്കാലങ്ങളാണ് മനസ്സിലാകുന്നത് കിട്ടിയിട്ടില്ല. അന്ന് എനിക്ക് തോന്നി വലിയ പഠിച്ചെന്നൊക്കെ എനിക്ക് തോന്നിയെങ്കിലും അന്ന് നോട്ട് എഴുതിയ ബുക്കും കാര്യമൊക്കെ എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അന്ന് അത് വലിയ അത്ഭുതമായിട്ട് എന്ത് തോന്നിയെങ്കിലും പിന്നെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനതിൻ്റെ ഒരു അംശമേ ഒരു ഔട്ട്ലൈൻ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. പിന്നെ ദൈവവചനം ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം പഠനം ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ദൈവവചനം നന്നായിട്ട് പഠിക്കണം. ഇന്നത്തെ കാലയളവിൽ പറഞ്ഞാൽ പെന്തക്കോസ്ത് വിഭാഗങ്ങളിലുള്ളതായ ആളുകൾ ദൈവവചനം ശരിയായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാൻ. മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് പലർക്കും പിടികിട്ടിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണമെന്ന്. അതെങ്ങനെ അറിയണം? അനുഭവിച്ച് തന്നെ അറിയണം. അതാണ് അറിവെന്ന് പറയുന്നത്. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള പഠനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് പഠിക്കുക. അപ്പോൾ പഠിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇതിനകത്ത് ഈ ദൈവവചന അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡിഗ്രിയൊക്കെ ഉണ്ടല്ലോ, PhD വരെ എടുക്കാം. PhD വരെ ഡിഗ്രി എടുത്താലും വലിയ സ്കോളറായാലും എനിക്ക് മനസ്സിലായി ഈ പഠനം കൊണ്ട് മാത്രം ആത്മാർത്ഥം രക്ഷിക്കപ്പെടുകയില്ല. അത് നമുക്ക് ജനങ്ങളെ ഉപദേശത്തിൽ നിർത്താനുള്ള ഒരു അറിവെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വേലയ്ക്ക് പ്രയോജനം ചെയ്യുമെങ്കിലും ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് കൂടാതെ ഒരു ശുശ്രൂഷ എഫക്റ്റ് ആകുകയില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളാകും. അപ്പോൾ ആ വചനത്തിൻ്റെ ശക്തി എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 10ാം ക്ലാസ് പഠിക്കാൻ എനിക്ക് എഴുതാൻ പറ്റില്ല, ഹൈസ്കൂൾ വിദ്യാഭ്യാസം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് എല്ലാ പഠനമുണ്ടെങ്കിലും എല്ലാ ഡിഗ്രി ഉണ്ടെങ്കിലും ഒത്തിരി വർഷങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ആത്മാവിനാലല്ലാതെ ശുശ്രൂഷയോ പ്രവർത്തനമോ വിജയിക്കുകയില്ല. അതുകൊണ്ട് പ്രയോജനം വരുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അപ്പുറമായ സ്ഥലത്തേക്കാണ് ദൈവം നമ്മെ മാറ്റുന്നത്. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഒരിക്കലും അന്ന് ദൈവാത്മാവ് എന്ന് ഞാൻ 1965 അഭിഷേകം പ്രാപിച്ച കാലത്ത് എനിക്ക് ദർശനമൊക്കെ ദൈവാത്മാവ് തന്നിട്ടുണ്ട്. ഞാൻ അറിയാത്ത സ്ഥലത്ത് നിൽക്കുന്നതെന്നും അനേകരുടെ നടുവിൽ നിൽക്കുന്നതെന്നും അനേകരോട് കുശേഷം പറയുന്ന അനേകർ രക്ഷിക്കപ്പെടുന്നൊക്കെ കാഴ്ചപ്പാട് എനിക്കുണ്ട്. എനിക്ക് ദർശനം എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു ദർശനം എനിക്ക് ഒരിക്കലും ഉണ്ടായി. ആ കാലത്ത് ഇങ്ങനെയുള്ള ദർശനങ്ങളൊക്കെ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ അങ്ങനെ മുമ്പോട്ട് പോയെങ്കിലും ഈ ദൈവവചനത്തിൽ പറയുന്ന പോലെ പിൽക്കാലങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ദൈവം എന്നെ അയച്ചു. ഞാൻ മിക്കവാറും ഈ ഗൾഫ് രാജ്യങ്ങൾ, മിക്കവാറും സൗദി ഒഴികെയുള്ള മിക്കവാറും രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. അധികം പ്രാവശ്യം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ പോകാനായിട്ടിടയായി, UK പോകാനായിട്ടിടയായി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതിനേക്കാൾ വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഞങ്ങളുടെ ഫാമിലിയിലുണ്ട്. അവർക്കൊന്നും സാധിക്കാത്ത കാര്യങ്ങൾ ദൈവം എന്നെ ഈ കാര്യങ്ങൾ സാധിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് ഇതൊക്കെ നടന്നതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അല്ല എന്നെ കൊണ്ട് എന്നെ സാധിക്കാൻ പറ്റും. മനസ്സിലായി?
അപ്പോൾ ദൈവാത്മാവിൻ്റെ നടത്തിപ്പുകളായിരിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷ വിജയിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ അറിയാത്ത നിലയിൽ കൂടെയാണ് ദൈവം നമ്മെ നടത്തുന്നത്. സ്ഥിതിക്കെല്ലാം മാറ്റം വരുത്തും. അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ നടത്തിപ്പാണ്. അത് കൃത്യമായി സൂക്ഷിക്കേണ്ട കാര്യമാണ്. ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് വെറും ശക്തിഭരണമല്ല. അതുകൊണ്ടൊക്കെ ഉണ്ടെന്നെങ്കിലും അതിൻ്റെതായ റൂട്ടും വഴികളും ഉണ്ട്. അത് കറക്റ്റായി പാലിച്ചെങ്കിൽ മാത്രമേ ശുശ്രൂഷയിൽ വിജയിക്കുകയുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ള തോന്നുന്നത്. അപ്പോൾ ദൈവവചനം പഠിക്കേണ്ടെന്നല്ല, അത് കറക്റ്റ് പഠിക്കണം. അപ്പോൾ തന്നെ ദൈവാത്മാവിൻ്റെ ഒരു നടത്തിപ്പുണ്ട്, ഒരു റൂട്ടുണ്ട്. അത് ശരിയായി നല്ല കീപ്പ് ചെയ്യേണ്ടതാണ്. ചിലരൊക്കെ പറയുന്നത് രാത്രി കാണുന്ന സ്വപ്നം കണ്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ദർശനം കണ്ടിട്ട് ദൈവാത്മാവാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിപ്പോകുന്ന പല സംഗതികളുണ്ട്. അതൊക്കെ നമ്മൾ ഈ വചനത്തിൻ്റെ പഠനത്താലും ശരിയായ ദൈവാത്മാവിൻ്റെ നടത്തിപ്പിലും തിരിച്ചറിയണം. ഭേദാഭേദങ്ങൾ തിരിച്ചറിഞ്ഞ് ശരിയായി പോയെങ്കിൽ മാത്രമേ വിജയിച്ചു പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശത്രു പല നിലയിൽ കൂടെ നമ്മളെ വീഴ്ത്തിക്കളി. അച്ഛൻ്റെ മക്കളൊക്കെ എത്ര പേരാണ്? എനിക്ക് 5 മക്കളാണുള്ളത്. അത് മൂത്തവർ 2 പേര് സുവിശേഷകരാണ്. മൂത്തവൻ ടോം തോമസ് എന്നാണ് പേര്, പാസ്റ്റർ ടോം തോമസ്. അദ്ദേഹം ഇപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ കൗൺസിൽ അംഗമാണ്. അപ്പോൾ തന്നെ കടപ്പന സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ പറഞ്ഞ പോലെ 5-8 വർഷത്തെ പഠനമുണ്ട്. ഇവിടെ ഇന്ത്യയുടെ ചില സ്റ്റേറ്റുകളിലെ മദ്രാസിലെ വിശാഖപട്ടണം, അതുപോലെ തന്നെ വെളി രാജ്യങ്ങളിൽ ദോഹയിലൊക്കെ ഇരുന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം അമേരിക്കയ്ക്ക് പോയി. അങ്ങനെയൊക്കെ ദൈവം അവനെ ഇപ്പോഴും കൂടെ കടപ്പന സെൻറ്ററിൽ ഒരു ചർച്ചിൽ ചെയ്യുന്നു. രണ്ടാമത്തതിനും 5-8 വർഷത്തെ പഠനമുണ്ട് പല സ്കൂളിലൊക്കെ ആയിട്ട്. അങ്ങനെ പഠിച്ചു. ഇപ്പോൾ നിശ്ചയം പ്രാപിച്ചു. അവനെയും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ അവർ സജീവമായി സഭാപ്രവർത്തനങ്ങൾ നിൽക്കുന്നുണ്ട്. മൂന്നാമതൊരു മോളാണ്. അവൾ മസ്കറ്റിൽ താമസിക്കുന്ന നേഴ്സാണ്. അവൾ നല്ല നിലയിൽ കുഞ്ഞുകുട്ടിക്കും കഴിഞ്ഞ 20-22 വർഷങ്ങളായിട്ട് മസ്കറ്റിൽ താമസിക്കുകയാണ്. അവിടെ നന്നായ നിലയിലാണ് പോകുന്നത്. അവരുടെ 2 പെൺപിള്ളേരാണ് അവർക്കുള്ളത്. അവിടെ മൂത്തവളുടെ കൂടെ കാരക്കോണത്ത് MBBS പഠിക്കുന്നുണ്ട്. അങ്ങനെ അവൾ പോകുന്നു. അവളും അവിടെ മസ്കറ്റിലുള്ള UPS സഭയോടുള്ള ബന്ധത്തിൽ സഹോദരി സമാജത്തിലൊക്കെ ആയിട്ട് മീറ്റിങ്ങൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആത്മീയ പ്രവർത്തനങ്ങളിലാണ് അവൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ UK നിൽക്കുന്നത് 4ാമത്തെ മോനാണ്. അവനും അവിടെ ഭാര്യ അവിടെ ജോലിയുണ്ട്. നല്ല നിലയിൽ കൂടെ പോകുന്നു. അവിടുത്തെ സഭയോടുള്ള ബന്ധത്തിൽ ചുമരോട് തന്നെ പ്രവർത്തിക്കുന്നു. ഇപ്പോഴുമാണ് പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ഹൈസ്കൂളിൽ പോയിട്ടുണ്ടെങ്കിലും അവനും അത്യാവശ്യം വേണമെങ്കിൽ 1 മണിക്കൂറൊക്കെ വചനം പറയാൻ പ്രാർത്ഥന ജനങ്ങളുടെ നടുവിൽ. അങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹിച്ച് പോകുന്നു. ഇളയാളാണ് കൂടെ ഇപ്പോൾ കണ്ടത്. അങ്ങനെ എല്ലാവരും ആത്മീയമായ നിലയിലാണ് പോകുന്നത്. എൻ്റെ ആഗ്രഹം അതിനെയാണ്. ലോകത്തിലെയൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്, ഇത് മാറിപ്പോകുന്നതാണ്, ക്ഷണികമാണ്. നിത്യതയ്ക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്, കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥന വിഷയം അത് തന്നെയാണ്. അതിൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ ഇന്ന കാര്യം കൂടെ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എൻ്റെ വിഷയത്തിൽ പറഞ്ഞാൽ, നമ്മുടെ സഭാശുശ്രൂഷകളുടെ ബന്ധത്തിൽ പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസികൾ എല്ലാവരും പൂർണ്ണരല്ല. നമ്മളിപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ടെന്നിരിക്കട്ടെ, അവരൊരു മാനസാന്തരം ഉണ്ടായി വന്നു എന്നുള്ള ഒരു നിലവാരം. ഇപ്പം നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ കർത്താവിനെ രക്ഷിതാവായി ലളിതമായ നിലയിൽ പറഞ്ഞാൽ വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് പാപമോചനമുണ്ട്, വീണ്ടെടുപ്പുണ്ട്, സ്വർഗീയ പ്രവേശനമുണ്ട്. അത് വിശ്വാസത്താലും അത് ഏറ്റു പറയുമ്പോഴുമാണല്ലോ ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൽ ഈ ആത്മീയ വിഷയത്തിൽ ഒരു അഡ്മിഷൻ മാത്രമാണ്, സ്വർഗീയമായ ഒരു ബന്ധം മാത്രമാണ്. അത് വളരെ കറക്റ്റായ കാര്യമാണ്. എന്നാൽ നമ്മുടെ കുറിച്ച് ഒരു ജീവിതം ഇവിടെ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ, ഒരു ജീവിതം നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മൾ ദൈവവചനം പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവവചനം പാലിക്കുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നതിന് സ്കെയില് വേദവസ്തുപ്രകാരം അവൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്നാണ്. അപ്പോൾ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ സ്കെയില് കർത്താവായ യേശു ക്രിസ്തു. ഇന്നാര് ജീവിക്കുന്നല്ലോ, ഇന്നാര് പോകുന്നല്ലോ
എന്നുള്ള ചിന്ത വെച്ചാണ് ഇന്നത്തെ ആത്മീയ മണ്ഡലം പോകുന്നത്. ഇപ്പം തന്നെ ഞാനൊരു സഭയുടെ ലീഡറാണ്. ചിലർ എന്നെ നോക്കുന്നവർ കാണും. അപ്പോൾ എന്നെ നോക്കുന്നവർ ചില അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്ററുടെ ജീവിതം കണ്ടാണ് ഞാൻ വിശ്വാസത്തിൽ വന്നാൽ എനിക്ക് നിൽക്കാൻ തോന്നുന്നത് എന്ന് അതവർ പറയുന്നത് പറഞ്ഞോട്ടെ, എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. എന്നാലും നമ്മളെ പലരും നോക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരു വിശ്വാസിക്ക് പൗലോസ് പറഞ്ഞു നിങ്ങളെ എന്നെ അനുകരിപ്പിക്കുന്ന പൗലോസ് പറഞ്ഞ പോലെ നമ്മുടെ ആ നല്ലൊരു ജീവിതം നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മൾ പൂർണ്ണരല്ല. മനസ്സിലാവും? പൂർണ്ണത ആരേ ഉള്ളൂ? കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതം, ഈ ജീവിതം എന്ന് പറയുന്നത് കർത്താവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കും. വേറെ തരത്തിൽ പറഞ്ഞ ഉദാഹരണം പറയുമ്പോഴേ, ഭൂമിയിൽ ജനിച്ചുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുന്നു, അല്ലേ? ജനിച്ചിട്ട് ജീവിക്കാൻ ഒക്കെയുള്ളൂ. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട് നമ്മൾ ദൈവത്തിലായി. അപ്പോൾ ഒരു വീണ്ടും ജനനം ഉണ്ടായതുകൊണ്ടാണ് ദൈവവുമായുള്ള ബന്ധം. ആ ബന്ധം മുതൽ ഒരു ആത്മീയ ജീവിതമാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ആ ആത്മീയ ജീവിതം എപ്പോഴും ദൈവവചന അടിസ്ഥാനത്തിൽ വിശുദ്ധ ജീവിതത്തിൽ വളർന്ന് വരണം എന്നുള്ളതാണ് ആഗ്രഹം. ഇന്ന് പലരും ചെയ്യുന്നത് ചോദിച്ചാൽ അവരുടെ മനസ്സെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലരുടെയൊക്കെ മനസ്സിലാകും, ഞാൻ പാപിയായിരുന്നപ്പോൾ കർത്താവ് എന്നെ രക്ഷിച്ചു, പാപമോചനം തന്നു, ഞാൻ എന്നെ സ്വർഗീയനാക്കി, അവനെ കേൾക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം കളാകാൻ കഴിയുന്നു. പിന്നെ ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ദൈവത്തിലാണെന്നും പറഞ്ഞ് പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കാരണമാണ് ദൈവനാമം ദുഷിക്കപ്പെടുന്നത്. അപ്പോൾ അവർ ലോകത്തിലുള്ള മറ്റുള്ളവരുമായിട്ട് നോക്കുമ്പോൾ യാതൊരു വേർപാടും സംസാരത്തിലോ ജീവിതത്തിലോ ഇടപാടിലോ ഇല്ല. ഇന്ന് പെന്തക്കോസ്ത് ലോകത്തിൽ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവർ വളരെ കുറവാണ്. ഒന്നുകൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ഒത്തിരി ചതിവന്മാരുണ്ട്. ഇതെല്ലാം നമുക്ക് ആത്മീയ സംഭവിച്ചതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ കാര്യം. കാരണം അങ്ങനെയുള്ളതായ തെറ്റായ പഠിപ്പിക്കൽ ഈ സമൂഹത്തുണ്ടായതുകൊണ്ട് ഇത് അങ്ങനെ ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്താൻ പറ്റാതെ വരുന്നു. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന പ്ലാനിലിട്ട് പോകാതെ വരുന്നു. അതിനകത്ത് നമ്മളെ ശത്രു വഴിതിരിച്ചു വിടുകയാണ് നമ്മൾ. അങ്ങനെയുള്ള ഒരു അപകടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊതുവിൽ. അത് മാറണമെന്നാണ് എൻ്റെ അനുഭവത്തിലെ ചിന്ത. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇത്രയും സമയം അച്ഛനോട് സംസാരിക്കാൻ കഴിഞ്ഞ വളരെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അച്ഛനൊരു വാക്ക് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ കർത്താവേ, തിരുനാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ കർത്തൃദിവസത്തിൽ അവിടുത്തെ സന്നദ്ധിയിൽ ആരാധിപ്പാനും അവിടുത്തെ വചനം ശുശ്രൂഷിപ്പാനും ഒക്കെയും കൃപ ചെയ്തു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ദാസന്മാർ ഞങ്ങളുടെ എളിയ ഭവനത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണയായി മറ്റ് സ്റ്റേറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദാസൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മീയ ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം. അനേകരുടെ സാക്ഷ്യം റെക്കോർഡ് ചെയ്ത് അത് ലോകത്തോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനത്തിലൂടെയും കർത്താവിൻ്റെ നാമം മഹിമപ്പെട്ടുകൊണ്ടിരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദാസന്റെ പ്രവർത്തനം ഏറ്റവും അനുഗ്രഹമായി ഇരുപ്പാൻ ഇടയാക്കണം. കുടുംബാംഗങ്ങളെല്ലാം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അടിയൻ്റെ സാക്ഷ്യം അത് പറയുവാൻ തക്കവണ്ണയായി അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ, അത് മറ്റുള്ളവരറിയുമ്പോൾ അതിലൂടെ അവിടുത്തെ നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മീയ ജീവിതത്തിന്, ഉത്തേജനത്തിന്, ഉണർവിന്, വളർച്ചയ്ക്ക് കാരണമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അത് അവർക്ക് സ്വർഗീയമായ കാഴ്ചപ്പാടോടെ ചെയ്യുവാൻ അവർക്കും കൃപ ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഷായുവനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്ത് അത് പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ഇതാ നിലകളിൽ ചെയ്തുകൊണ്ടായിരിക്കുന്നു. കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. വിശ്വാസത്തിൻ്റെ പാതയിൽ വന്ന് അത് അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണയായി ജീവിതപരമായ വിഷയങ്ങളിൽ, ഭൗതിക വിഷയങ്ങളിൽ ഒക്കെയും അനുഗ്രഹം പ്രാപിച്ചു കർത്താവിൻ്റെ വേലയിലുള്ള ബന്ധത്തിൽ സജീവമായി നിൽക്കുവാനിടയാകുന്നു. കുടുംബമായി അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തിരിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഇപ്പോൾ ഞങ്ങൾ വിഷയത്തിൽ നിന്ന് കർത്താവ് ശുശ്രൂഷയുടെ ബന്ധത്തിൽ തുടർന്നും പ്രവർത്തിക്കുന്ന ആവശ്യമായ കൃപ നൽകി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
ദാസന്മാർക്ക് മടങ്ങി പോകുന്ന യാത്രയിൽ കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. പക്ഷേ ദൈവം പക്ഷേ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതെ.